പേരൂർ ഉസ്താദ് സംസാരിക്കുകയാണ്. പേരൂർ ഉസ്താദിനെ സംബന്ധിച്ച് നേരത്തെ ഹ്രസ്വമായി ഞങ്ങളെ അറിയിച്ചു. ചെറുപ്പകാലം മുതൽക്ക് തന്നെ ദീനീ പ്രബോധന രംഗത്ത് സജീവമായ പണ്ഡിതനും പ്രസംഗകനുമാണ് ബഹുമാനപ്പെട്ട പേരൂർ ഉസ്താദ് അവர்கள். ദർസിൽ പഠിക്കുന്ന കാലത്ത് പലപ്പോഴും നമ്മുടെ മഹലിൽ ദർസിൽ വയതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് തവണ നമ്മോട് സഹകരിച്ച് നമുക്ക് സേവനം ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒന്ന് വയല് പറഞ്ഞു തന്നിട്ട് ബഹുമാനപ്പെട്ട പേരൂർ ഉസ്താദ് അവர்கள். നമ്മുടെ പ്രസ്ഥാനം ഒരു പ്രത്യേകമായ പ്രതിസന്ധിയെ നേരിട്ടപ്പോൾ, വലിയ ഒരു വൈതരണി തരണം ചെയ്യേണ്ടി വന്ന ഘട്ടത്തിൽ എല്ലാ പ്രയാസങ്ങളും സഹിച്ചുകൊണ്ട് വാസ്തവത്തിൽ നമ്മുടെ പ്രസ്ഥാനത്തെ സംരക്ഷിച്ച ഏതാനും വ്യക്തികളിൽപ്പെട്ട ഒരു മഹാവ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട പേരൂർ ഉസ്താദ് അവர்கள். തെറ്റിദ്ധാരണ നിമിത്തം നമ്മുടെ സമുദായത്തിലുണ്ടായ ഒരു ചേരിതിരിവ് കാരണമായിട്ട് നമ്മുടെ സുന്നത്തിയുമായത്തിൻ്റെ ആളുകൾ, വക്താക്കൾ വളരെ കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ഘട്ടം, സ്റ്റേജിൽ കല്ലേറും കൂക്കുവിളിയും അതുപോലെ തന്നെ പരിഹാസങ്ങളും പല പ്രയാസങ്ങളും ഉണ്ടായിട്ട് ഉറച്ചു നിന്ന്, പാറ പോലെ ഉറച്ചു നിന്ന്, പ്രതിബന്ധങ്ങളുടെ എവറസ്റ്റുകൾ താണ്ടിക്കിടന്ന്, അറ്റ്ലാന്റിക്കുകൾ താണ്ടിക്കിടന്ന് ഈ പ്രസ്ഥാനത്തെ സംരക്ഷിച്ച ഏതാനും വ്യക്തികളിൽപ്പെട്ട പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട പേരൂർ ഉസ്താദ്. സുന്നി കേരളത്തിന് ഒരിക്കലും വിസ്മരിക്കാൻ സാധിക്കാത്ത വ്യക്തിത്വം. അല്ലാഹു തആല ദീർഘായുസ്സ് നൽകുമാറാകട്ടെ, ആഫിയത്ത് നൽകുമാറാകട്ടെ, ഇസ്സത്ത് വർദ്ധിക്കും നൽകുകട്ടെ, മെനക്കരുത്ത് നൽകുമാറാകട്ടെ. അധികം പറയുന്നില്ല ബഹുമാനപ്പെട്ടവരെ. ഇന്ന് സെലഫിസമില്ലാത്ത വിഷയം സെലഫികളെ തള്ളുന്ന സെലഫിസം എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് ബഹുമാനപ്പെട്ടവർ സംസാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ആദ്യന്തം കേട്ട് പഠിച്ച് പകർത്തി പോകാവൂ എന്ന് പ്രത്യേകം ഉണർത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ടവരെ പ്രസംഗിക്കാൻ വേണ്ടി ക്ഷണിക്കും. അസ്സലാമു അലൈക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ആദരണീയരായ സയ്യിദന്മാർ, ഉസ്താദുമാർ, പ്രിയപ്പെട്ട മോമിനീങ്ങൾ, മോമിനാത്തുകൾ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികൾ, യുവാക്കൾ, സുഹൃത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് അല്ലാഹുവിൻ്റെ ദീൻ അനുസരിച്ച് ജീവിക്കുകയും ആ ദീനിൻ്റെ ശരിയായ ആശയം നമുക്ക് കഴിയുന്നതനുസരിച്ച് കഴിയുന്ന മേഖലകളിൽ അത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നത്. നമ്മുടെ വീട്ടിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാം കൃത്യമായി ഉണ്ടാകണം എന്ന നിർബന്ധം നമുക്കുണ്ടാകണം. നമ്മുടെ നാട്ടിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാം കൃത്യമായി നിലനിൽക്കണം എന്ന ആഗ്രഹം നമുക്കുണ്ടാകണം. അങ്ങനെ
നമ്മളാൽ കഴിയുന്ന ദീനിൻ്റെ ഖിദ്മത്തുകൾ, സേവനങ്ങൾ നമുക്കെല്ലാവർക്കും നിർബന്ധമായ ഒരു കടപ്പാടാണ്. ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇളത്തിൽ ഹസനതി വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ. നിങ്ങളുടെ റബ്ബിൻ്റെ വഴിയിലേക്ക്, റബ്ബിലേക്ക് ബിൽ ഹിക്മതി, വളരെ താത്വികമായി ബുദ്ധിപരമായി ആർക്കും സംശയങ്ങൾ ഉണ്ടാക്കാത്ത വിധം പരമാവധി പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ആശയങ്ങൾ പറഞ്ഞുകൊടുത്ത് ആ വഴിയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കണം. വൽ മൗഇളത്തിൽ ഹസന, നല്ല ഉപദേശത്തിലൂടെ ജനങ്ങളെ സന്മാർഗത്തിലേക്ക്, അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് ക്ഷണിക്കണം. പരിശുദ്ധ ഖുർആൻ ദഅവത്തിൻ്റെ വഴിയിൽ ആദ്യമായി പറയുന്നത് ഈ രണ്ട് മാർഗമാണ്. അത്യാവശ്യമായി അനിവാര്യമായി വരുമ്പോൾ ചിലപ്പോൾ നല്ല നിലക്ക് ഒരു നിഷ്പക്ഷകർ കേട്ടാൽ അത് പടച്ചവനെ പേടിച്ച് അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ആത്മാർത്ഥമായി പറയുകയാണ്, അല്ലാതെ പറഞ്ഞു ജയിക്കാൻ വേണ്ടി പറയല്ല എന്ന് തോന്നുന്ന വിധത്തിൽ വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ അനിവാര്യമായി വന്നാൽ സംവാദങ്ങൾ ഉണ്ടാകണം. ഇതെല്ലാം ദീനി ദഅവത്തിനു വേണ്ടി ഉള്ളതാണ്. അൽഹംദുലില്ലാഹ്, കോടമ്പുഴ ഈ വളരെ പൂർവകാലം മുതലേ ആത്മീയമായി ചിന്തയും ബോധവുമുള്ള ആത്മീയ നേതാക്കളാൽ പ്രവർത്തനം നടന്ന ഈ കോടമ്പുഴയിൽ ബഹുനിരായ ബാവസ്ഥാദ് അല്ലാഹു തആല ഒരുപാട് കാലം ദീനിൻ്റെ ഖിദ്മത്തിലായി ആരോഗ്യത്തോടുകൂടെ തഖ്വയോടെ അവർക്കും നമുക്കും എല്ലാ ആലിമീങ്ങൾക്കും പ്രവർത്തകർക്കും ദീർഘ ആയുസ്സും തൗഫീഖും ആരോഗ്യവും ഹിമ്മത്തും എല്ലാം വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഉസ്താദ് അവറുകളുടെ വളരെ പക്വമായ ഇടപെടലുകൾ, വളരെ വിവേകപൂർവമായ ദഅവത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയും ഒരു പരിപാടി. ഇവിടെ വലിയ സ്ഥാപനം ദഅവ കോളേജുണ്ട്, അതുപോലെ മറ്റ് സ്ഥാപനങ്ങളുണ്ട്. അതിൻ്റെ പുറമെ സാധാരണക്കാരായ ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അറിവ് നേടാനുള്ള ഇത്തരം വഅദിൻ്റെ പരിപാടികൾ തുടർച്ചയായി സംഘടിപ്പിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുന്നു. അള്ളാഹു അത് ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലായി നമ്മിൽ നിന്ന് എല്ലാവരിൽ നിന്നും ഖബൂൽ ചെയ്യുമാറാകട്ടെ. ദീർഘിപ്പിച്ച് ഇപ്പോൾ സംസാരിക്കേണ്ടതില്ല, സംസാരിക്കുന്നതിന് ശരിയും അല്ല. ഇവിടെ പറഞ്ഞ വിഷയം പരിശുദ്ധ ദീനുൽ ഇസ്ലാം അത് പരിപൂർണമായി പഠിപ്പിച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്നതിൽ ഒരു മുസ്ലിമിനും സംശയം ഇല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പഠിപ്പിക്കുമ്പോൾ ആരെയാണ് അത് പഠിപ്പിച്ചത്? അത് പഠിപ്പിച്ചത് അവിടുത്തെ ശിഷ്യന്മാരായ സഹാബികളെ. അവരെ സംബന്ധിച്ച് ഖുർആൻ പല സ്ഥലത്തും പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ഥലത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇന്നല്ലദീന യഗുദ്ദൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹ്. അല്ലാഹു പറഞ്ഞേച്ച അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വെച്ച് പതുക്കെ സംസാരിക്കുന്നവർ, ഉലൈക الذين امتحن الله قلوبهم للتقوى. ഹൃദയങ്ങൾ തഖ്വക്ക് വേണ്ടി, ഭക്തിക്ക് വേണ്ടി അല്ലാഹു തആല
സെലക്ട് ചെയ്ത് എടുത്തിട്ടുള്ള മഹാന്മാരാണ്. അതാരെ സംബന്ധിച്ച് പറഞ്ഞതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബികളെ സംബന്ധിച്ച് പറഞ്ഞതാണ്. അവരുടെ ഏറ്റവും വലിയ ഒരു സവിശേഷത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വലിയ ആദരവ് പ്രകടിപ്പിച്ചു എന്നതാണ്. നമുക്കറിയാം, മുസ്ലിം ലോകം മുഴുക്കയും ആദരിക്കുന്ന ഒരു സ്ഥാപനമാണ് കഅബ ശരീഫ്, ഒരു ബിൽഡിംഗ് ആണ്. ആ കഅബയെ സംബന്ധിച്ച് ഖുർആനിൽ പല സ്ഥലത്തും അല്ലാഹു തആല ഉണർത്തിയിട്ടുണ്ട്, അതിന്റെ ബഹുമാനം സൂചിപ്പിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ആ കഅബ നിലനിൽക്കുന്ന മക്കയെ സംബന്ധിച്ചും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, മക്കയെ സംബന്ധിച്ചും പറഞ്ഞിട്ടുണ്ട്. ബക്ക എന്നും മക്ക എന്നും ഖുർആനിൽ പേര് കാണാം. ആ കഅബ ശരീഫ്, അതിനോട് വലിയ ആദരവ് പ്രകടിപ്പിക്കുന്നവരാണ് സർവ്വ മുസ്ലിമീങ്ങൾ. കഅബയെ ഒരാൾ നിന്ദിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, അവൻ മുസ്ലിം ആവില്ല. നമ്മൾ തിരിഞ്ഞു നിസ്കരിക്കുന്നത്, നെഞ്ച് തിരിക്കുന്നത് കഅബയിലേക്കാണ്. നെഞ്ചാണ് നിസ്കാരത്തിൽ തിരിക്കേണ്ടത്. കഅബ തവാഫ് ചെയ്യുമ്പോൾ നെഞ്ച് കഅബയിലേക്ക് തിരിച്ചുകൊണ്ട് തവാഫ് ചെയ്താൽ തവാഫ് സഹീഹ് അല്ല. അവിടെ തവാഫ് ചെയ്യുമ്പോൾ പൂർണ്ണമായും ഇടത് ഭാഗത്തായിരിക്കണം കഅബ. അവിടെ തവാഫിലുള്ള ബഹുമാനം അങ്ങനെയാണ്. നിസ്കാരത്തിലുള്ള ബഹുമാനം നെഞ്ച് അങ്ങോട്ട് തിരിച്ചുകൊണ്ടാണ്. നമ്മൾ ദുആ ചെയ്യുന്ന സമയത്തും കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നതിന് പുണ്യമുണ്ട്. വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണല്ലോ അറഫ മൈതാനി. അവിടെയും കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുകയും അതുപോലെ നിസ്കരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. നമ്മൾ മയ്യിത്തിനെ മറമാടുമ്പോൾ കഅബയിലേക്ക് നെഞ്ചു തിരിച്ചുകൊണ്ടാണ് മറമാടുന്നത്. അങ്ങനെ തുടങ്ങി ഒരുപാട് ആദരവും ബഹുമാനവും മുസ്ലിം ലോകം പ്രകടിപ്പിക്കുന്ന അതിമഹത്തായ ഒരു സ്ഥാപനമാണ് കഅബ ശരീഫ്. അതിന്റെ നിർമ്മാണം നടത്തിയവരെ സംബന്ധിച്ച് പോലും ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആ മഹത്തായ കഅബ ശരീഫിനെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. അതിനെ നിന്ദിച്ച് അത് പൊളിച്ചു കളയാൻ വേണ്ടി വലിയ ആരവത്തോടുകൂടി കുറേയേറെ ആനകളെയും കൂട്ടിയിട്ട് വന്ന അബ്രഹത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വെറും ചെറിയ പക്ഷികളെ പറഞ്ഞേച്ച് നശിപ്പിച്ചു കളഞ്ഞ സംഭവം പറയാൻ ഒരു സൂറത്ത് തന്നെ അല്ലാഹു തആല ഇറക്കിയിരിക്കുന്നു. അതാണല്ലോ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. ആ മഹത്തായ കഅബ ശരീഫ് എന്ത് വകയിലാണ് അതിനെ ബഹുമാനിക്കുന്നത്? അത് അള്ളാഹു ബഹുമാനിച്ച, ആദരിച്ച, അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞ ഒരു ബിൽഡിംഗ് ആണ്. ആ വകയിലാണ് കഅബയെ ബഹുമാനിക്കുന്നത്. അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞിരിക്കുന്നത്. അതിന് ബൈത്തുല്ലാഹി എന്നാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. അള്ളാഹുവിന്റെ വീട് എന്നാണ് പറയാറുള്ളത്. അള്ളാഹുവിന്റെ വീട് എന്ന് പറഞ്ഞാൽ അള്ളാഹു താമസിക്കുന്ന സ്ഥലമാണെന്ന് ഒരു മുസ്ലിമും എന്നല്ല ഒരു മനുഷ്യനും വിശ്വസിക്കൂല. മറിച്ച് അതിനെ അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞു. അള്ളാഹുവിന്റെ വീട് എന്ന നിലക്ക് അതിനെ അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞു. അല്ലാതെ അള്ളാഹുവിടെ താമസിക്കുന്നൊന്നുമില്ല. അത് ഉറപ്പിനെയാണ്. അള്ളാഹുവിന്റെ സ്ഥലത്തിന്റെ ആവശ്യം ഇല്ലല്ലോ. അവൻ ഒരു സ്ഥലത്തും അല്ലല്ലോ. സ്ഥലങ്ങളൊക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അള്ളാഹു ഉണ്ടല്ലോ. അന്നും അള്ളാഹുവിന് സ്ഥലം ഇല്ല, ഇന്നും ഇല്ലല്ലോ. അള്ളാഹുവിന് മാറ്റം ഉണ്ടാവുന്നില്ലല്ലോ. മാറ്റമുണ്ടെങ്കിൽ പിന്നെ അവൻ സൃഷ്ടാവാകാൻ യോഗ്യനല്ലല്ലോ. നമ്മള് ചെറിയ കുട്ടികൾ അവര് ചെറിയ തസ്ബീഹ് മന്ദിഖ് മുതൽക്കേ പഠിച്ചു വരുന്ന സംഗതിയാണ് അൽ ആലമു മുതഗയ്യിറുൻ വകുല്ലു മുതഗയ്യിരിൻ ഹാദിസുൻ ഫൽ ആലമു ഹാദിസ്. പ്രപഞ്ചം അത് സൃഷ്ടിയാണ്, അത് പുതുതായി ഉണ്ടായതാണ്.
അത് തുടക്കമില്ലാതെ ഉള്ള ഒരു സാധനം അല്ല. അതിനെന്താണ് തെളിവ്? പ്രപഞ്ചം മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ്. മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു അത് സൃഷ്ടിയായിരിക്കും. അതിനാൽ പ്രപഞ്ചം സൃഷ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിയല്ലല്ലോ, അവൻ സൃഷ്ടാവല്ലേ, അവന് തുടക്കം ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു മാറ്റവും സംഭവിക്കാൻ വകുപ്പില്ലല്ലോ. അപ്പോൾ എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ച റബ്ബ് ഖാലിഖു കുല്ലി ശൈഇ, എല്ലാം സൃഷ്ടിച്ച പടച്ചവൻ, ആ പടച്ചവൻ അവന് മാറ്റം ഇല്ല. ആകാശവും ഭൂമിയും ആകാശത്തുള്ളതും അർശും കുർസിയും ലൗഹും ഖലമും മലക്കുകളും മനുഷ്യരും ഒക്കെ അല്ലാഹു പടച്ചതാണ്. അതൊക്കെ പടക്കുന്നതിന് മുമ്പ് അല്ലാഹു ഉണ്ട്. അല്ലാഹുവിന് മാറ്റം ഇല്ല, മാറ്റം ഉണ്ടാകാൻ വകുപ്പും ഇല്ല. ഇങ്ങനെയാണല്ലോ മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നത്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി അബ്ദുൽ ഖാഹിർ അൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു അൽ ഫർഖ് ബൈനൽ ഫിഖ് എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞത് കാണാം, എടുത്തുദ്ധരിച്ചത് കാണാം. ഇന്നല്ലാഹ ഖലഖൽ അർശ ഇദ്ഹാറൻ ലിഖുദ്റതിഹി ലാ മകാന ലിദാതിഹി. അല്ലാഹു അർശ് എന്ന സൃഷ്ടിയെ സൃഷ്ടിച്ചു. അത് വലിയ സൃഷ്ടിയാണ്. ആ സൃഷ്ടിയെ അല്ലാഹു സൃഷ്ടിച്ചത് ഇദ്ഹാറൻ ലിഖുദ്റതിഹി, അല്ലാഹുവിന്റെ കഴിവ് പ്രകടിപ്പിക്കാനാണ്. ലാ മകാന ലിദാതിഹി, അത് അല്ലാഹുവിന് കയറിയിരിക്കാൻ ഒരു സ്ഥലം ഉണ്ടാക്കിയതല്ല. അല്ലാഹു സ്ഥലം ഇല്ലാത്തവനാണ്. സ്ഥലം ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് അല്ലാഹു ഉണ്ട്, ഇന്നും അല്ലാഹു ഉണ്ട്. അന്നുള്ള അല്ലാഹുവിന് ഒരു മാറ്റവും ഇല്ല. ഇത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. ഇരിക്കട്ടെ, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന വിഷയം ബൈത്തുല്ലാഹ്, അല്ലാഹുവിന്റെ വീട് എന്ന് അതിന് നാമകരണം ചെയ്തു. അതിനെ അല്ലാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞു. അതിനാൽ ആ കഅബയെ എത്ര ബഹുമാനിക്കുന്നു മുസ്ലിമീങ്ങൾ, എത്ര ബഹുമാനിക്കണം. ഇനി നിങ്ങൾ നോക്കൂ, ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ, ഒന്നിലധികം വീടുകൾ എന്ന് ഖുർആനിൽ ഒരു സ്ഥലത്ത് പറഞ്ഞു. അത് മറ്റുള്ള പള്ളികളെ സംബന്ധിച്ചും കൂടി പറഞ്ഞതാണ്. അല്ലാഹുവിന്റെ വീടുകൾ എന്ന് നമ്മൾ പള്ളികളെ സംബന്ധിച്ച് പറയും. അതും അല്ലാഹു താമസിക്കുന്ന സ്ഥലങ്ങൾ അല്ലല്ലോ. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട ബിൽഡിങ്ങുകൾ, അല്ലാഹുവിനെ ഓർക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട ബിൽഡിങ്ങുകൾ, ആ ബിൽഡിങ്ങുകൾക്കും വലിയ ബഹുമാനം. ഒരാൾ പള്ളിയിൽ കയറിയിട്ട്, പള്ളി ഉണ്ടാക്കിയ മുതലാളിയാണ്, അയാൾ പള്ളിയിൽ കാർക്കിച്ച് തുപ്പിയാൽ അവൻ ഇസ്ലാം എന്ന് പുറത്താണ് എന്ന് മുസ്ലിം പണ്ഡിതന്മാർ വിധി പറയും. കഅബയെ നിന്ദിച്ചാൽ അവൻ ഇസ്ലാം എന്ന് പുറത്താണ്. എന്താണ് അത്? അല്ലാഹുവിന്റെ വീട് എന്ന നിലക്ക് അതിനെ ചേർത്ത് പറഞ്ഞു എന്നതാണല്ലോ ആ ബഹുമാനം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. എങ്കിൽ കഅബ ശരീഫിനേക്കാൾ ഏറ്റവും ബഹുമാനമുള്ള സൃഷ്ടി ഏതാണ്? അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. കാരണം വളരെ വ്യക്തമാണ്. കഅബ ശരീഫിനെ അല്ലാഹു ബഹുമാനിച്ച് വെച്ചു എന്നേ ഉള്ളൂ. കഅബയെ അല്ലാഹു തആല അവനെ സംബന്ധിച്ചുള്ള അറിവുകൾ നൽകാൻ വേണ്ടി നിയോഗിച്ച് പറഞ്ഞയച്ച ഒരു വ്യക്തിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല അല്ലാഹുവിനെ കുറിച്ചുള്ള വിവരം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി അല്ലാഹു നിയോഗിച്ചയച്ച വ്യക്തിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഹുമാനം എത്രയാണ് പറഞ്ഞു തീർക്കാൻ കഴിയില്ല, ഒരാൾക്കും പറഞ്ഞു തീർക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് കഅബയുടെ സമീപത്ത് നിന്ന് ഒരൽപ്പം ശബ്ദത്തിൽ സംസാരിച്ചു പോയാൽ ആ വകയിൽ അമല് പൊളിഞ്ഞു പോകും എന്ന് ഖുർആനിൽ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വെച്ച് ഒരാൾ ശബ്ദത്തിൽ സംസാരിച്ചാൽ, ഇപ്പോഴും പോയാൽ മദീന ശരീഫിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറവ് ചെയ്യപ്പെട്ട ആ ബിൽഡിങ്, ആ കെട്ടിടം, അതിന് റൗള എന്ന് പറയാം, ജാറ എന്ന് പറയാം, എന്ത് പറഞ്ഞാലും ശരി, ആ പച്ചക്കുബ്ബയുള്ള ആ ജാറ, അതിന്റെ ചുമരിന്റെ മേലെ
എഴുതി വെച്ചിരിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനു ലാ തർഫഉ അസ്വാതകും ഫൗക സൗതിൻ നബിയ്യ്. ഓ ഈമാനുള്ളവരെ, നിങ്ങളാരും നബി തങ്ങളുടെ ശബ്ദത്തെക്കാൾ ശബ്ദം ഉയർത്തിപ്പോകരുത്. വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗൽ. നബി തങ്ങളോട് ഉറക്കെ സംസാരിച്ചു പോകരുത്, പതുക്കെ സംസാരിക്കണം. അൻ തഹബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ. നിങ്ങൾ അവിടുത്തോട് ഉറക്കെ സംസാരിച്ചാൽ, അവിടുത്തെ മുന്നിൽ വെച്ച് ശബ്ദമുയർത്തിയാൽ നിങ്ങളുടെ സർവ്വ അമലും പൊളിഞ്ഞു പോകും, നിങ്ങളറിയാതെ പൊളിഞ്ഞു പോകും. എന്തൊരു ബഹുമാനമാണ് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൽപ്പിച്ചു കൊടുത്തത്. കഅബയെ സംബന്ധിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. കഅബയുടെ സമീപത്ത് നിന്ന് ശബ്ദം ഉയർത്തിയാൽ അമല് പൊളിഞ്ഞു പോകുമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ അത്രയും വലിയ ബഹുമാനാദരവ് പ്രകടിപ്പിക്കേണ്ടുന്ന അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് മുഹമ്മദ് റസൂലുള്ളാഹി. വഅഫ്ളലുൽ ഖൽഖി അലൽ ഇത്ലാഖി നബിയുനാ ഫമില്ലനിസ്സിഖാഖി. കഅബയുടെ നേരെ മേലെ ബൈത്തുൽ മഅമൂർ എന്ന ഒരു പള്ളിയുണ്ട് ആകാശത്ത്. ആ പള്ളിയിൽ ദിനേന 70,000 മലക്കുകൾ പ്രവേശിക്കുമെന്ന് ഇമാം ബുഖാരി റിപ്പോർട്ടിലെ ഹദീസിൽ ഉണ്ട്. ഒരു പ്രാവശ്യം കടന്ന മലക്കല്ല പിന്നീട് കടക്കുന്നത്, ഓരോ ദിവസവും പുതിയ 70,000 മലക്കുകൾ. ആ മഹത്തായ ബൈത്തുൽ മഅമൂർ എന്ന പള്ളിയെക്കാളും കഅബയുടെ നേരെ ചോടയും താഴെയുമായി ഏതെല്ലാം ഭവനങ്ങൾ അല്ലാഹുവിൻ്റെതുണ്ടോ അതിനേക്കാളെല്ലാം അല്ലാഹു ബഹുമാനിച്ച വ്യക്തിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വെച്ച് ശബ്ദം പതുക്കെയാക്കി സംസാരിക്കുന്നു എന്നതാണ് സഹാബത്തിന്റെ വലിയ ഒരു ബഹുമാനമായി അല്ലാഹു തആല പറയുന്നത്. ഇന്നല്ലദീന يغضون أصواتهم عند رسول الله أولئك الذين امتحن الله قلوبهم للتقوى. തഖ്വക്ക് വേണ്ടി അല്ലാഹു തആല അവരുടെ ഹൃദയം സെലക്ട് ചെയ്തു എന്നാണ് അല്ലാഹു പറയുന്നത്. എന്താണ് തഖ്വ എന്ന് പറയുന്നത്? അല്ലാഹുവിലേക്ക് മനുഷ്യന്റെ ഖൽബ് തിരിയുകയും അങ്ങനെ തിരിയുന്നതിനാൽ അഹങ്കാരമോ അസൂയയോ വിദ്വേഷമോ വൈരാഗ്യമോ വെറുപ്പോ അങ്ങനത്തെ യാതൊന്നും ഹൃദയത്തിൽ ഇല്ലാതെ ഞാൻ അല്ലാഹുവിന്റെ കേവലം ഒരു പാവപ്പെട്ട അടിമയാണെന്നും എനിക്ക് യാതൊരു അധികാരവും സ്വാതന്ത്ര്യവും ഇല്ലെന്നും ഞാൻ അല്ലാഹുവിന്റെ ഒരു പാവപ്പെട്ട അടിമയാണെന്നുമുള്ള കൃത്യമായ ബോധത്തോടുകൂടി സർവ സൃഷ്ടികൾക്കും നന്മ ചെയ്യണം, സർവ സൃഷ്ടികൾക്കും എന്നെ കൊണ്ട് നന്മ ലഭിക്കണം എന്ന ഉദ്ദേശത്തോടെ അല്ലാഹു കൽപ്പിച്ചതെല്ലാം എടുക്കാൻ തയ്യാറാവുകയും അല്ലാഹു വിരോധിച്ചതെല്ലാം ഒഴിക്കാൻ തയ്യാറാവുകയും ചെയ്യുമ്പോഴാണ് ഒരാൾ തഖ്വയുള്ള ആളാകുന്നത്. അപ്പോൾ അതിന്റെ അടിത്തറ എവിടെയാണ്? അത്തഖ്വ ഹാഹുന, തഖ്വ ഇവിടെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദയത്തിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു. ഹൃദയത്തിലാണ് തഖ്വയുടെ അടിത്തറ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത്. ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ. അവരുടെ ശരീരം നല്ല പറഞ്ഞു, അവരുടെ മനസ്സ് അല്ലാഹു തആല തഖ്വക്ക് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നു. അവരാണ് സഹാബികൾ. നമ്മളിവിടെ സലഫുകൾ എന്ന് പറയുമ്പോൾ ആ സലഫുകൾ എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രഥമവും പ്രധാനവുമായും സലഫുകൾ ആരാണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബികൾ ആണ് സലഫുകളിൽ ഏറ്റവും പ്രഥമ സ്ഥാനത്തുള്ളവർ. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഒരു സ്വലാത്ത് ചൊല്ലണം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും ഇരുന്നോളി.
അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അതിരറ്റ ബഹുമാനമുള്ള സഹാബികളാണ് സലഫികളിൽ അഥവാ യഥാർത്ഥ സലഫുകളിൽ ഒന്നാമതായുള്ളത് സലഫ്. ആ സഹാബത്തിന്റെ ശേഷം സഹാബത്തിനെ നേരിൽ കാണുകയും അവരിൽ നിന്ന് വിശ്വാസവും കർമ്മവും ആചാരവും പഠിക്കുകയും ചെയ്ത, അവരോട് കൃത്യമായി അവരെ ആദരിച്ച് ബഹുമാനിച്ച് പിന്തുടർന്നവർ, അവരാണ് സലഫുകളിൽ രണ്ടാമത്തെ ടീം എന്ന് പറയുന്നത്. മൂന്നാമത്തേത് ആ താബിഈങ്ങൾ എന്ന് പറയുന്ന കക്ഷികളെ കാണുകയും അവരുടെ അദബും ഗുരുത്വവും അനുസരണവും അവർ സഹാബത്തിന് നൽകിയ സ്ഥാനവുമൊക്കെ നേരിൽ കണ്ടു മനസ്സിലാക്കിയ തബഉ താബിഈങ്ങൾ. അങ്ങനെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പഠിപ്പിച്ചു, ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഏറ്റവും നല്ല നൂറ്റാണ്ടുകാർ, ഏറ്റവും നല്ല തലമുറ അത് എന്റെ തലമുറയിൽ ജീവിച്ചവരാണ്. അതിനോട് തൊട്ടടുത്തുള്ളവരുമാണ് ഈ മഹാന്മാർ. അവരെ സംബന്ധിച്ചാണ് നമ്മൾ പ്രഥമവും പ്രധാനവുമായി സലഫ് എന്ന് പറയുന്നത്. 3 നൂറ്റാണ്ടുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം മുതൽ 3 നൂറ്റാണ്ടുകളിൽ ജീവിച്ച മഹാന്മാരായ മഹത്തുക്കൾ, അവരാണ് സലഫുകൾ. ആ സലഫുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൽപ്പിച്ച ബഹുമാനം എത്രയാണ്! സുബ്ഹാനല്ലാഹ്. റബീഅത്ത് ഇബ്നു കഅബ് അസ്ലമി റളിയല്ലാഹു അൻഹു ഒരു സഹാബിയാണ്, നബി തങ്ങൾക്ക് ഖിദ്മത്ത് എടുക്കുന്ന സഹാബിയാണ്. മഹാനവറുകൾക്ക് വല്ലാത്തൊരു ആഗ്രഹം നബി തങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണം. അതിന് മഹാനായ റബീഅത്ത് ഇബ്നു കഅബ് അസ്ലമി തങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. സ്വർഗത്തിൽ അങ്ങയോടുകൂടി കൂട്ടായി ജീവിക്കണം നബിയെ എനിക്ക്. അത് തങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്. എനിക്ക് സ്വർഗത്തിലെ ഉന്നത പദവി ഞാൻ തങ്ങളോട് ചോദിക്കുന്നു എന്നാണ് സഹാബിയായ റബീഅത്ത് ഇബ്നു കഅബ് അസ്ലമി റളിയല്ലാഹു അൻഹു പറയുന്നത്. എന്താ കാരണം? നബി തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹവും ബഹുമാനവുമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്കത് വാങ്ങിത്തരണം എന്ന് ഉദ്ദേശിച്ച് യജമാനനായ റബ്ബിനോട് പറഞ്ഞാൽ അള്ളാഹു അത് തള്ളുകയില്ല എന്ന വിശ്വാസമാണ്. ഈ വിശ്വാസം ഉള്ളവരാണ് യഥാർത്ഥത്തിൽ സലഫുകൾ. ഇനി ഞാൻ വേറൊരു ഉദാഹരണം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചോദിച്ചത് ശിർക്കാണ് എന്ന് പറഞ്ഞില്ല, ഹറാമാണ് എന്ന് പറഞ്ഞില്ല, കറാഹത്താണ് എന്ന് പറഞ്ഞില്ല, എനിമേലിൽ ചോദിക്കാൻ പാടില്ല എന്നും പറഞ്ഞില്ല. മറിച്ച് ആ ചോദ്യത്തെ അംഗീകരിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനപ്പുറമുള്ള വാക്കുകളൊക്കെ പറഞ്ഞു. വിഷയം ദീർഘിച്ച ചരിത്രത്തിന്റെ ആദ്യം മുതലേ പറഞ്ഞാൽ നമുക്ക് സമയം തീരെ കിട്ടൂലല്ലോ, അതുകൊണ്ട് ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ശേഷം പറഞ്ഞത് എന്താണ്? എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാനത് വാങ്ങി തരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇനി അമലൊന്നും ഇല്ലാതെ അങ്ങനെ പോണ്ട. മറിച്ച് അതേ ഞാനത് നിങ്ങൾക്ക് വാങ്ങിത്തരാം, പക്ഷേ എന്നോടൊന്ന് സഹകരിക്കണം. അതെങ്ങനെ? ധാരാളം സുന്നത്ത് നിസ്കരിച്ചുകൊണ്ട് സഹകരിക്കണം. ഫർദ് എന്തായാലും നിസ്കരിക്കുമല്ലോ, ധാരാളം സുന്നത്ത് നിസ്കരിച്ചുകൊണ്ട് എന്നോട് സഹകരിക്കണം, ഞാനത് വാങ്ങിത്തരാം എന്ന നിലക്കല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞത്. അല്ലാതെ എന്നോടൊന്നും ചോദിക്കാൻ പാടില്ല എന്നാ പറഞ്ഞത്? എന്നോട് സ്വർഗത്തിലെ സ്ഥാനം ചോദിക്കാൻ പാടില്ല എന്നാണോ പറഞ്ഞത്? അല്ല, അത് ഞാൻ വാങ്ങിത്തരാം എന്ന നിലക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചത്. നമുക്ക് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. സഹാബത്തിന്റെ വിശ്വാസം അതാണ്. നബിതങ്ങൾ അങ്ങനെ വാങ്ങിത്തരണമെന്ന് ഉദ്ദേശിച്ച് യജമാനനായ റബ്ബിനോട് പറഞ്ഞാൽ റബ്ബത് തട്ടൂല. എന്താ കാരണം? ഖുർആനിൽ അല്ലാഹു തആല നബിതങ്ങളോട് തന്നെ പറഞ്ഞതാണ്, വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ഈമാനുള്ള പുരുഷന്മാർക്കും ഈമാനുള്ള സ്ത്രീകൾക്കും നബിയെ തങ്ങൾ റെക്കമെൻഡ് ചെയ്യണേ.
അവരുടെ ദോഷം പൊറുത്താലല്ലേ സ്വർഗ്ഗത്തിൽ കിടക്കുക. ദോഷം പൊറുക്കാൻ തങ്ങൾ റെക്കമെൻഡ് ചെയ്യണേ എന്ന് റെക്കമെൻഡ് ചെയ്യണം എന്ന് അല്ലാഹു തആല കൽപ്പിച്ചത് എന്തുകൊണ്ടാ? റെക്കമെൻഡ് ചെയ്യുന്ന ആളായി നബി തങ്ങളെ അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്നു. ഏതുപോലെ തിരിഞ്ഞ് സുജൂദ് ചെയ്യാനും നിസ്കരിക്കാനും നെഞ്ചു തിരിക്കാനും തവാഫ് ചെയ്യാനും ഒക്കെ അല്ലാഹു കഅബയെ നിശ്ചയിച്ചിരിക്കുന്നു. അതിനെ അംഗീകരിക്കുമ്പോഴല്ലേ മുസ്ലിം ആകുക. അല്ലാതെ കഅബയെ ഞാനിങ്ങനെ ചുറ്റിയാൽ ഇത് കഅബത്തിന് പൂജയായി പോവോ, കഅബത്തിന് അത്ര ബഹുമാനിക്കാൻ പറ്റുമോ എന്ന് ചിന്തിച്ചാൽ അവൻ ഇസ്ലാം എന്ന് പുറത്തു പോയല്ലേ. അല്ലാഹു ബഹുമാനിച്ചതിനെ ഒരാള് ബഹുമാനിച്ചാൽ ഫഹുവ ഖൈറുൽ ലഹു, അത് അദ്ദേഹത്തിന് ഗുണമാണ്, ഖൈറാണ്. അത് പരാജയത്തിന്റെ വഴിയല്ല, വിജയത്തിന്റെ വഴിയാണെന്ന് ഖുർആൻ. കഅബയെ ബഹുമാനിക്കുന്നത് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ പുണ്യമുള്ള അമലാണ്. ഇനി വേറൊരായത്തിൽ വമൻ യുഅദ്ദിം ശഅഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. സഹാബികളെ കുറിച്ച് പറഞ്ഞില്ലേ, ഹൃദയം തഖ്വക്ക് വേണ്ടി സെലക്ട് ചെയ്യപ്പെട്ടവർ എന്ന് പറഞ്ഞില്ലേ. അല്ലാഹ് ഇവിടെ പറയാണ് അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ, അടയാളങ്ങളെ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ അറിയിക്കുന്ന വ്യക്തികളെ, വസ്തുക്കളെ. കഅബ എന്ന് പറയുമ്പോ അള്ളാന്റെ വീട് എന്ന നിലക്ക് അള്ളാനെയാണ് നമ്മളെ മനസ്സിൽ വരുന്നത്. ഇതേപോലെ റസൂലുള്ളാഹി, നബിയുള്ളാഹി, വലിയുള്ളാഹി എന്നൊക്കെ പറയുമ്പോൾ അള്ളാന്റെ റസൂല്, അള്ളാന്റെ നബി, അള്ളാന്റെ വലി എന്നൊക്കെ പറയുമ്പോൾ അള്ളാഹുവിലേക്കാണ് നമ്മുടെ മനസ്സ് തിരിയുന്നത്. അങ്ങനെ അള്ളാഹുവിനെ അറിയിക്കുന്ന വ്യക്തികൾ, വസ്തുക്കൾ, ആ വസ്തുക്കളെ വല്ലവനും ബഹുമാനിച്ചാൽ, അത്തരം വ്യക്തികളെ ബഹുമാനിച്ചാൽ ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അത് ഹൃദയത്തിൽ ഭക്തിയുണ്ട് എന്നതിൻ്റെ അടയാളമാണ്. ഭക്തിയുള്ളവർക്കേ അതിന് സാധിക്കുകയുള്ളൂ, ഭക്തിയില്ലാത്തവർക്ക് കഴിയൂല. അതുകൊണ്ടാണ് തഖ്വക്ക് വേണ്ടി സെലക്ട് ചെയ്യപ്പെട്ട സഹാബികളിൽ റബീഅത്ത് ഇബ്നു കഅബിൽ അസ്ലമി റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് അതാ സ്വർഗ്ഗത്തിലെ ഉന്നതമായ പദവി ചോദിക്കുന്നു, ആവശ്യപ്പെടുന്നു, തേടുന്നു. അതിന് നമ്മളാരും പ്രാർത്ഥിക്കുക എന്ന് പറയൂല കേട്ടോ. റസൂലുള്ളാഹി പ്രാർത്ഥിച്ചു എന്ന് പറയില്ല. ഓരോ വാചകത്തിനൊരു മര്യാദയില്ല. അങ്ങനെ നമ്മളാരും പറയൂല. പ്രാർത്ഥിക്കുക എന്നപ്പോ പറയാ, അത് അള്ളാഹുവിനോട് ചോദിക്കുന്നതിനാണ് പ്രാർത്ഥിക്കുക എന്ന് സാധാരണ നിലക്ക് പറയാം. ഡിക്ഷണറി പറഞ്ഞനുസരിച്ച് പറയാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് അത് വേറൊരു വിഷയമാണ്. ഇന്ന് നിങ്ങൾ ഉച്ചക്ക് ഊണ് കഴിച്ചു. ഊണെന്തിനാ പറയാ? ഊണ് എന്തിനാ പറയാ? എന്തിനാ പറയാ? പൊറാട്ട എന്നാൽ ഊണ് കഴിച്ചു എന്നറിയോ? പറയോ? ഇല്ല. എന്തിനാ പറയാ? ചോറ് തിന്നാ പറയുന്നത് ഊണ് കഴിച്ചു എന്നല്ലേ. ഊണ് എന്നതിന്റെ അർത്ഥം നിങ്ങൾ ഡിക്ഷണറി ഒന്ന് എടുത്തു നോക്കിയാ ആദ്യം തന്നെ ഉണ്ടാവും തീറ്റ, രണ്ടാമത്തെ ഭക്ഷണം, മൂന്നാമത്തെ ചോറ്. പക്ഷെ ആരും പറയാറില്ല പൊറാട്ട എന്നതിനെ പറ്റി ഊണ് കഴിച്ചു എന്ന് പറയില്ല. ഞാൻ ഇന്ന് ഊണൊന്നും കഴിച്ചില്ല, കുറച്ച് പൊറാട്ട എന്നതാണ് എന്നാ പറയാ. അതിന്റെ സാധാരണ നിലപാട് അങ്ങനെയാണ്. മഹാനായ മർഹൂം നെല്ലിക്കുത്ത് ഉസ്താദ് അവറുകൾ പറയാറുണ്ടായിരുന്നു, വെള്ളം കയറി വെള്ളപ്പൊക്കം കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ടായി. ആ വെള്ളപ്പൊക്കത്തിന് ആർക്കും ജലദോഷം എന്ന് അറിയോ? ജലം തന്നെ വെള്ളമല്ലേ. ദോഷം എന്ന് പറഞ്ഞാൽ ജലത്തിന്റെ ദോഷമല്ലേ. അതിന് വെള്ളപ്പൊക്കത്തിന് ആരോ ജലദോഷം എന്ന് അറിയോ? അങ്ങനെ പറയലില്ലല്ലോ. ഇതുപോലെ സൃഷ്ടികളോട് ചോദിക്കുന്നതിന് പ്രാർത്ഥിക്കുക എന്നല്ല പറയാ. പിന്നെ ചോദിക്കുക, ആവശ്യപ്പെടുക, തേടുക, അപേക്ഷിക്കുക, ഇങ്ങനെയൊക്കെയാ പറയാം. നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയി ബൈക്ക് പെർമിറ്റിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്നാരെങ്കിലും പറയോ? ഇല്ല, അപേക്ഷിച്ചു എന്നാ പറയും. അപ്പൊ സുഹൃത്തുക്കളെ, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലമത്ത് ഇബ്നുൽ അക്വ റളിയല്ലാഹു അൻഹു ആവശ്യപ്പെടുകയാണ്, ചോദിക്കുകയാണ് സ്വർഗത്തിലെ ഉന്നതമായ പദവി. അതിന് പ്രാർത്ഥന എന്നല്ല പറയാ, അതിന് ചോദിച്ചു എന്നാ പറയാ. അതുകൊണ്ട് അസ്അലുക, ഞാൻ അങ്ങയോട് ചോദിക്കുന്നു, മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗത്തിലുള്ള ഉന്നതമായ പദവി ചോദിക്കുന്നു. നബിതങ്ങളുടെ കൂടെ നിൽക്കാനുള്ള പദവിയാണ് ചോദിക്കുന്നത്. അതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകാരം നൽകാൻ. എന്തിനാണ് സുന്നത്ത് എന്ന് പറയാൻ?
നബിതങ്ങൾ കൽപ്പിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ കാണിച്ചു തന്നത്, നബിതങ്ങളുടെ മുന്നിൽ വെച്ച് ചെയ്തിട്ട് നബിതങ്ങൾ അംഗീകരിച്ചത്, അതല്ലേ സുന്നത്ത് എന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ടല്ലേ നമ്മൾ ഒരു സുന്നയായത്. നബിതങ്ങൾ പഠിപ്പിച്ചതിനെ അംഗീകരിക്കുന്നവർ അവിടുന്ന് യാതൊരു എതിരും പറയാതെ അതിനെ അംഗീകരിക്കുകയാണ്. അപ്പൊ സഹാബത്തിന്റെ വിശ്വാസമുള്ളവരാണ് യഥാർത്ഥത്തിൽ സലഫിനെ പിന്തുടരുന്നവർ. അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്താണ്. ഇനി ഞാൻ വേറൊരു ഉദാഹരണം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് വെള്ളമില്ലാതെ വല്ലാതെ ബുദ്ധിമുട്ടി സഹാബത്ത്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, ഇസ്തഖാ ഇലൈഹിൻ നാസ് മിനൽ അതസ്, ദാഹത്തിന്റെ കാഠിന്യത്താൽ സഹാബത്ത് നബി തങ്ങളോട് വേവലാതിപ്പെട്ടു, വെള്ളം വേണം. അല്ലാഹുവിന്റെ റസൂലിനോട് വേവലാതി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വെള്ളം കൊടുത്തത് എങ്ങനെയാണ്? അവിടുന്ന് മുഅ്ജിസത്ത് മുഖേന വെള്ളം കൊടുത്തു. മുഅ്ജിസത്ത് കൊടുക്കുന്നവൻ അല്ലാഹുവാണ്, കറാമത്ത് കൊടുക്കുന്നവൻ അല്ലാഹുവാണ്, ദുആക്കുത്തരം ചെയ്യുന്നവൻ അല്ലാഹുവാണ്, എല്ലാം കൊടുക്കുന്നവനും തടയുന്നവനും അല്ലാഹുവാണ് എന്നാണല്ലോ നമ്മളെല്ലാരെയും വിശ്വാസം. അത് 1-ാം ക്ലാസ്സിനെ പഠിച്ചല്ലേ. വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹ്, എല്ലാ നന്മയും തിന്മയും അല്ലാഹുവിങ്കൽ നിന്നാണ്. ഞാൻ 1-ാം ക്ലാസ്സിനെ പഠിച്ചാന്ന് ഞാൻ പറയാൻ കാരണം, ഞാനിത് പറയുമ്പോൾ ചിലർ ഇപ്പം പേരോട് മാറിയതാണ്. ഞാൻ മാറിയൊന്നുമില്ല, ഞാൻ പണ്ടയിലെടുത്തിന് നിന്നതാ. വേറെ ചിലർ മാറിയിട്ടുണ്ടെങ്കിൽ അവരാ ഉത്തരവാദിക്കണം. വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹ്, മുഴുവൻ ഖൈറും ശർറും അല്ലാഹുവിങ്കൽ നിന്നാണ്. ഇത് 1-ാം ക്ലാസ് മുതൽ പഠിച്ചാണ് നമ്മൾ. വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, എന്ത് ഗുണം കിട്ടുന്നുണ്ടെങ്കിലും അല്ലാഹുവിങ്കൽ നിന്നാണ്. ഞാൻ ദർസിൽ ഓതി പഠിക്കാൻ തുടങ്ങി അന്ന് മുതൽ ഹദ്ദാദ് ചൊല്ലാറുണ്ട്. ചിലപ്പെങ്ങാനും വിട്ടുപോയാലും അതിലെന്താ ചൊല്ലല്? ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് അൽ ഖൈറു വശ്ശർറു ബിമശീഅത്തില്ലാഹ്, എല്ലാ ഖൈറും ശർറും അല്ലാഹു ഉദ്ദേശിക്കുന്നതനുസരിച്ചാണ്. കാരണം എന്താണ്? വമാ തശാഊന ഇല്ലാ യശാ അല്ലാഹ്, ഒരു സൃഷ്ടിക്കും അല്ലാഹു ഉദ്ദേശിക്കാതെ ഒന്നും ഉദ്ദേശിക്കാൻ കഴിയില്ല. അപ്പൊ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള ഏത് സൃഷ്ടികൾക്കും അല്ലാഹു ഉദ്ദേശിക്കാതെ ഒരു കാര്യം ഉദ്ദേശിക്കാൻ കഴിയില്ല. അല്ലാഹു ഉദ്ദേശിച്ചാലേ നമുക്ക് ഉദ്ദേശിക്കാൻ കഴിയൂ. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുമ്പോഴാണ് പടച്ചവൻ പലതും നമുക്ക് ചെയ്തു തരുന്നത്. എൻ്റെ കൈ ഉയർത്തണമെന്ന് ഞാൻ ഉദ്ദേശിക്കണമെങ്കിൽ അല്ലാഹു അങ്ങനെ ഉദ്ദേശിക്കണമെന്ന് അവൻ ഉദ്ദേശിക്കണം. എന്നാലേ അങ്ങനെ എനിക്ക് ഉദ്ദേശിക്കാൻ കഴിയൂ. അങ്ങനെ ഞാൻ ഉദ്ദേശിക്കുമ്പോഴാണ് കൈ ഉയർത്താൻ അല്ലാഹു കഴിവ് തരുന്നത്. അപ്പോൾ ഞാൻ കൈ ഉയർത്തുന്നു. അല്ല കഴിവ് തന്നില്ലെങ്കിലോ എനിക്ക് കൈ ഉയർത്താൻ കഴിയില്ല. കൈ കുഴഞ്ഞു പോയവരുണ്ട്, ഉയർത്തണമെന്ന് വിചാരിക്കായിട്ടല്ല, അല്ല കഴിവ് കൊടുക്കാത്തോണ്ടാണ്, ഉയർത്താൻ കഴിയുന്നില്ല. അപ്പൊ അല്ലാഹു മാത്രമാണ് എല്ലാ ഖൈറും ശർറും കൊടുക്കുന്നവൻ എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് സഹാബത്ത് നബിതങ്ങളോട് ആവശ്യപ്പെടുന്നത്. പിന്നെന്തിനാ നബിതങ്ങളോട് ആവശ്യപ്പെടുന്നത് എന്നാണ്. അല്ലാഹുവിനോട് ആവശ്യപ്പെട്ടാ പോരെ, അങ്ങനെ മതിയോ? അല്ലാഹു തആല ഉപകാരത്തിന് വേണ്ടി സൃഷ്ടിച്ച സൃഷ്ടികളുടെ ഉപകാരം എടുക്കുക എന്നത് അല്ലാഹ് നമുക്ക് നിശ്ചയിച്ച് തന്ന ഒരു മാർഗമല്ലേ അത്? ഒരാള് പറയാണ്, എന്താണ്, എനിക്ക് കുട്ടികളെ കൊടുക്കുന്നവൻ അല്ലാഹുവാണ്, അല്ലാഹ് അല്ലാതെ ഒരാൾക്കും കുട്ടികളെ കൊടുക്കാൻ കഴിയില്ല. ഖുർആൻ തന്നെ പറഞ്ഞതല്ലേ, യഹബു ലിമൻ യശാ, അവൻ ഉദ്ദേശിച്ചവർക്ക് അല്ലാഹു തആല കുട്ടികളെ കൊടുക്കും, അല്ലാഹ് ഉദ്ദേശിക്കാത്തവർക്ക് കൊടുക്കൂല. നല്ല ഒരു ഡോക്ടർ അയാളെ മരുന്ന് കുടിച്ചിട്ട് ഒരുപാട് ആൾക്ക് കുട്ടികളുണ്ടായി. പക്ഷെ അയാൾ കല്യാണം കഴിച്ചിട്ട് 7 കൊല്ലം ഇതുവരെ കുട്ടികളില്ല. കാരണം അല്ലാഹ് ഉദ്ദേശിച്ചിട്ടില്ല, അതുകൊണ്ട് കിട്ടിയിട്ടില്ല. അല്ലാഹ് ഉദ്ദേശിക്കാതെ കൊടുക്കാതെ ഒരാൾക്കും ഒന്നും കിട്ടൂലല്ലോ. എന്നാൽ അതിന്റെ പേരിൽ ഇനി ആ ഡോക്ടറെ അടുത്ത് പോണ്ടാന്നാ, മരുന്ന് വാങ്ങണ്ടാന്നാ എന്നല്ല. അല്ലാഹു തആല നിശ്ചയിച്ച മാർഗമാണ് മരുന്ന് കുടിക്കലും ഡോക്ടറെ കാണലൊക്കെ. അത് അവലംബിക്കണം. ഇനി ഒരാള്, ഈസാ നബി അലൈഹി ഇസ്ലാം ജനിച്ചത് എങ്ങനെയാ? ഭർത്താവില്ലാണ്ട് മറിയം ബീവി റളിയല്ലാഹു അൻഹാ പ്രസവിച്ചതാണ് ഈസാ നബി. അപ്പൊ അല്ലാഹു തആലക്ക് ഒരു കുട്ടീനെ കൊടുക്കണമെങ്കിൽ ഭർത്താവ് വേണമെന്നുണ്ടോ? ഇല്ലാന്ന് ഉറപ്പല്ലേ? ഖുർആൻ വിശ്വസിക്കുന്നില്ല നമ്മള്? മറിയം ബീവി പ്രസവിച്ചത് ഭർത്താവില്ലാതെ. ഇപ്പൊ ഒരാള് പറയണേ, എനിക്ക് ഉസ്താദേ മക്കളില്ല, നിങ്ങൾ ദ്വാരക്കണേ, എനിക്ക് മക്കളുണ്ടായെന്ന് പറഞ്ഞാൽ തെറ്റാണോ? അല്ല. എന്നാൽ അദ്ദേഹത്തോട് പറഞ്ഞു, അത് ശരി, നിങ്ങൾക്ക് കുട്ടികളില്ല? ഇല്ല. കല്യാണം കഴിച്ച എത്ര കൊല്ലായി? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. അതെന്തേ? കല്യാണം കഴിക്കണോ? പഠിച്ചവന് മക്കളെ തരാൻ?
പഠിച്ചവന് കല്യാണം കഴിക്കാതെ മക്കളെ തന്നൂടെ? എങ്ങനെയാണ് ഈസാ നബി അലൈഹി സ്വലാം ജനിച്ചതെന്ന് അയാളെ ചോദ്യം. അങ്ങനെയാണോ? വിവാഹം കഴിക്കണം, അപ്പോഴാണ് മക്കൾ അല്ലാഹു തആല തരും. എന്നിട്ട് വേണം അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ. അതൊരു കാരണമാണ്, നിമിത്തങ്ങളുമായി ബന്ധപ്പെട്ടത്. അതിൽപ്പെട്ട ഒന്നാണ് സ്വർഗത്തിൽ ഉന്നതമായ പദവി കിട്ടാനുള്ള ഒരു നിമിത്തമാണെന്ന നിലക്കാണ് മഹാനായ റബീഅത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വർഗത്തിലെ ഉന്നതമായ സ്ഥാനം ചോദിക്കുന്നത്. ഓ സുഹൃത്തുക്കളെ, ഇതേപോലെ നമ്മളെ തുറാബ് തങ്ങൾ വരുന്നത്. ആ ബന്ധപ്പെടൽ അത് നബിതങ്ങളോടുള്ള ബഹുമാനമാണ്, നബിതങ്ങളോടുള്ള ആദരവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂലായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. അല്ലാഹ് പറഞ്ഞയച്ച ആളാണ് എന്ന ആദരവാണ്. ഏതുപോലെ ഒരാൾ കഅബയുടെ സമീപത്ത് വെച്ച് ദുആ ചെയ്യുന്നു, അല്ലാഹുവേ കഅബത്തിന് നീ വലിയ ബഹുമാനം കൊടുത്തില്ലേ, ആ കഅബത്തിന്റെ മഹത്വം കൊണ്ട് എനിക്ക് നീ ഒരു മകനെ തരണേ, അല്ലേ മകളെ തരണേ, അല്ലെ എന്റെ പാപം പൊറുക്കണേ, അല്ലെങ്കിൽ എന്റെ രോഗം മാറ്റണേ. ഇത് കഅബത്തെ പൂജിക്കല, കഅബത്തെ ബഹുമാനിക്കല. കഅബയുടെ ബഹുമാനം മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. ഇതിനല്ലേ തവസ്സുൽ എന്ന് പറയുന്നത്? ആ കഅബയേക്കാൾ ബഹുമാനമുള്ള ആളല്ലേ മുഹമ്മദ് റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹിനെ മുൻനിർത്തിയിട്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഇന്നാ കുന്നാ നതവസ്സലു ബിനബിയിക, നിന്റെ നബിയെ അടയാളനാക്കി നിന്നോട് ഞങ്ങൾ ചോദിക്കാറുണ്ട് അല്ലാ, നീ മഴ തരാറുണ്ട് അല്ലാ. അപ്പൊ നബിതങ്ങളെ തവസ്സുലാക്കുന്നത് നബിതങ്ങൾക്ക് മഹത്വമുണ്ട് എന്ന് വിശ്വസിക്കലാണ്, നബിതങ്ങളെ ബഹുമാനം അംഗീകരിക്കലാണ്. ഇനിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് വെള്ളമില്ലാതിരുന്നപ്പോൾ വെള്ളത്തിന് വേവലാതിപ്പെട്ടതോ? അത് വെള്ളം കിട്ടാനാണ്. ആരാ കൊടുക്കുന്നത്? അള്ളാഹുവാണ്. പക്ഷേ അത് അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചാൽ എന്റെ റസൂലിനോടാണ് ചോദിച്ചതെന്ന് നിലക്ക് അള്ളാഹ് തരും. ആ വിശ്വാസത്തിലാണ് സഹാബത്തിന്റെ ചോദ്യം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, വെള്ളത്തിന് ചോദിക്കുകയാണ്. നബിതങ്ങൾ മുഅ്ജിസത്ത് മുഖേന വെള്ളം കൊടുക്കുന്നു. ഒന്നിലധികം സംഭവങ്ങളുണ്ട്. അതിലൊന്നാണ് ഒരു ചെറിയ പാത്രം കയ്യിലെടുക്കുന്നു, അതിൽ കയ്യിന്റെ വിരൽ വെക്കുന്നു. ഫജഅലൽ മാഉ യഫൂറു മിൻ ബൈനി അസാബിഹി, കയ്യിന്റെ വിരലിലൂടെ വെള്ളമതാ പൊട്ടിയൊലിക്കുന്നു. സഹാബികൾ കുടിക്കുന്നു, വദുവെടുക്കുന്നു, കുളിക്കുന്നു, സർവ്വ വിഷയങ്ങളും ആ വെള്ളം കൊണ്ട് നിർവഹിക്കുന്നു. കാരണം അതിനേക്കാൾ മഹത്വമുള്ള വേറൊരു വെള്ളം ഇല്ല. സുഹൃത്തുക്കളെ, ഒരു സാധാരണ മനുഷ്യന്റെ കയ്യിൽ നിന്ന് വെള്ളം പൊട്ടി ഒലിച്ചാൽ ആ വെള്ളം കുടിക്കാൻ പറ്റുമോ? ഒതുവെടുക്കാൻ പറ്റുമോ? ആ വെള്ളം തൊട്ട സ്ഥലം കഴുകി വൃത്തിയാക്കണമെന്നല്ലേ പറയുക? അതേ സമയത്ത് സഹാബത്ത് കുടിക്കുന്നു, ഒതുവെടുക്കുന്നു. ആ വെള്ളത്തിന് വലിയ ബഹുമാനം സഹാബത്ത് കൽപ്പിക്കുന്നു. അതിൻ്റെ സ്മരണയായിട്ടാണ് ഇപ്പോഴും മദീനയിൽ നമ്മൾ റൗദയിൽ കയറിയിട്ട് ഇടത്തോട്ട് തിരിഞ്ഞു നോക്കിയാൽ നബിതങ്ങൾ കിടക്കുന്ന ജാറത്തിന്റെ ചുമര് കാണും. ആ ചുമരിന്റെ മേലെ ഒരു പദ്യം ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് വായിക്കാൻ കഴിയും. യാ മൻ തഫജ്ജറതിൽ അൻഹാറു നാബിഅതൻ മിൻ ഇസ്ബഅഹി ഫറവൽ ജൈസ ബിൽ മദദി, കയ്യിന്റെ വിരലിലൂടെ സൈന്യത്തിന് വെള്ളം കൊടുത്ത നബിയേ എന്ന് വിളിച്ചു തേടുന്നൊരു പദ്യം അവിടെ എഴുതി വെച്ചതായി കാണാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് അത് അവരാവശ്യ നിർവഹണത്തിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കുന്നു, ചോദിക്കുന്നു, തേടുന്നു. ഇനിയോ ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഏത് പ്രശ്നങ്ങൾക്കും സഹാബത്ത് വന്ന് അവലാതി പറയുന്നു.
മറന്നു പോകുന്നു എന്നതാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ പ്രശ്നം. നബിതങ്ങളോട് മറതിയെക്കുറിച്ച് ആവലാതി ബോധിപ്പിക്കുന്നു. നബിതങ്ങൾ എന്താ ചെയ്യുന്നത്? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് മേത്തട്ടം അവിടെ നിരത്തി വിരിക്കാൻ പറയുന്നു. കൈ രണ്ടും കൂട്ടിയിട്ട് എന്തോന്ന് വാരി എടുക്കും പോലെ കാണിക്കുന്നു. ആ മേത്തട്ടിലേക്ക് ഇടും പോലെ കാണിക്കുന്നു. അങ്ങനെ 3 പ്രാവശ്യം ചെയ്തതിന് ശേഷം അതാ ആ മേത്തട്ടം നെഞ്ഞിലേക്ക് കൂട്ടിപ്പിടിക്കാൻ പറയുന്നു. അവിടുന്ന് അതങ്ങനെ തന്നെ കൂട്ടിപ്പിടിക്കുന്നു. പിന്നെ ഞാൻ അള്ളാന്റെ റസൂലിന്റെ ഒരു വാക്കും പിന്നെ മറന്നു പോയിട്ടില്ല. മറതിക്ക് പരിഹാരം കിട്ടാൻ വേണ്ടി നബിതങ്ങളോട് ആവശ്യപ്പെടുന്നു. മുഅ്ജിസത്ത് മുഖേന അതിന് പരിഹാരം നൽകുന്നു. ജരീർ റളിയല്ലാഹു അൻഹുവിനൊരു അസുഖം. ചില കുട്ടികളുണ്ട് എപ്പോഴും സൈക്കിൾ വന്ന് വീഴലാണ്. അതുപോലെ ജരീർ റളിയല്ലാഹു അൻഹു എപ്പോഴും കുതിരപ്പുറത്തുനിന്ന് വീഴലാണ്. നബിതങ്ങളോട് വന്ന് സങ്കടം പറയുന്നു. നബിതങ്ങൾ നെഞ്ഞിലൊന്ന് തട്ടുന്നു. അതേ, ഇനി വീഴണ്ട എന്ന നിലക്ക് അതാ ഒരു വാക്ക് പറയുന്നു. പിന്നെ വീണിട്ടില്ല. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങളാണ് ബുഖാരിയിലും മുസ്ലിമിലും കിടക്കുന്നത്. കാരണം എന്താണ്? പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു തആല അമ്പിയാക്കളോട് അത്തരം കാര്യങ്ങൾ ചോദിക്കുന്നതിന് മാതൃക പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. വൗഹൈനാ ഇലാ മൂസാ ഇദിസ്തസ്ഖാഹു ഖൗമുഹു. മൂസാ നബിയുടെ ജനങ്ങൾ മൂസാ നബിയോട് വെള്ളത്തിന് തേടി എന്ന് ഖുർആൻ പറയുന്നു. അപ്പോൾ മൂസാ നബി എന്ത് ചെയ്തു? മൂസാ നബിയോട് തേടിയത് എന്തിനാണ്? അതേ, മൂസാ നബി പടച്ചവനിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കാനാണ്. അതുകൊണ്ട് ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറയുന്നു, മൂസാ നബി അല്ലാഹുവിനോട് അതേ അവിടുത്തെ ആളുകൾക്ക് വേണ്ടി വെള്ളം തേടിയപ്പോൾ മൂസാ നബിയോട് ജനങ്ങൾ തേടുന്നു. മൂസാ നബി അല്ലാഹുവിനോട് തേടുന്നു. അല്ലാഹു പറയുന്നു, അനിദ്രിബ്യസാക്കൽ ഹജർ, മുഅ്ജിസത്ത് മുഖേന വെള്ളം കൊടുത്തോ. നിങ്ങളെ കയ്യിലുള്ള വടി കൊണ്ട് പാറക്കൊരടി കൊടുത്തോ മൂസാ നബിയെ. 12 തോടുകൾ പൊട്ടി ഒലിക്കുന്നു. അവിടെ അവർക്ക് വെള്ളം കിട്ടുന്നു. അവർ തേടിയത് ആരോടാണ്? മൂസാ നബിയോടാണ്. മൂസാ നബി തേടിയത് അല്ലാഹുവിനോടാണ്. മൂസാ നബി പറഞ്ഞു, മധ്യവർത്തി വേണ്ട, ഡയറക്റ്റ് നിങ്ങൾ തേടിയാൽ മതി എന്ന് പറഞ്ഞു. ഇല്ല, മൂസാ നബി അത് ഏറ്റെടുത്തുകൊണ്ട് ഇടപെടുകയാണ്. അതേ, അല്ലാഹുവിനോട് തേടുകയാണ്. രണ്ടും ഖുർആനല്ലേ. ആ ഖുർആൻ പഠിച്ച സഹാബത്ത് വെള്ളം കിട്ടാതിരിക്കുമ്പോൾ അവർ അതാ റസൂലുള്ളാഹിനോട് തേടുന്നു. ഇനി നിങ്ങൾ ഖുർആൻ നോക്കൂ സുഹൃത്തുക്കളെ. പരിശുദ്ധ ഖുർആനിൽ ഒരു സ്ഥലത്ത് അല്ലാഹു പറയുന്നു, വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക. തെറ്റ് ചെയ്തു പോയവർ തങ്ങളുടെ സമീപത്ത് വരട്ടെ. ആരാ തെറ്റ് ചെയ്യാത്തവർ? നമുക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയോ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്? ഈ പാവപ്പെട്ട എനിക്കൊരിക്കലും പറയാൻ കഴിയില്ല. ഞാൻ അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റ് ചെയ്തു പോയിട്ടുണ്ടാകാം. നമ്മുടെ റബ്ബ് നമുക്കത് മാപ്പ് നൽകുമാറാകട്ടെ. ആ തെറ്റ് പുറത്തു കിട്ടാനുള്ള മാർഗം അല്ലാഹു പറയാണ്. അതെ, ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ രേഖപ്പെടുത്തിയില്ലേ, യുർസിദു തആല, അല്ലാഹു നിർദ്ദേശം കൊടുക്കുന്നു. തെറ്റ് ചെയ്തു പോയവർക്ക് നിർദ്ദേശം കൊടുക്കുന്നു. എന്താണ്? ജാഊ, നബിയുടെ സമീപത്ത് വരട്ടെ. നബിയുടെ സമീപത്ത് വരട്ടെ. കാരണം ആരോടാ തെറ്റ് ചെയ്തത്? പടച്ചവനോടാണ്. പടച്ചവനോട് തെറ്റ് ചെയ്തത് പുറത്തു കിട്ടാൻ അല്ലാഹു പറയുന്നു നബിതങ്ങളെ സമീപത്ത് വരട്ടെ. എന്തേ കാരണം? നബിതങ്ങളുടെ ഹദ്റത്ത്, നബിതങ്ങളുടെ സദസ്സ്, നബിതങ്ങളുടെ സന്നിധി അത് മറ്റുള്ളവരുടെ സന്നിധി പോലെ അല്ല. അവിടെ വലിയ ബറക്കത്തുണ്ട്, അവിടെ വലിയ മഹത്വമുണ്ട്. അതുകൊണ്ട് അല്ലാഹു പറയുന്നു ജാഊക്ക്, തങ്ങളടുക്കൽ വരട്ടെ. ആര് തെറ്റ് ചെയ്തു പോയവര് വരട്ടെ. ഫസ്തഗ്ഫിറുല്ലാഹ്, വരട്ടെ എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ മാന എന്താ അറിയോ?
ഉസ്താദേ 3 ദിവസമായി ഇടത്തെ ഭാഗത്തിന് വേദന, ഉടനെ നീ ഡോക്ടറെ കാണിക്കണം എന്ന് പറഞ്ഞു, അല്ലെ ഡോക്ടറെ സമീപിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പലതും പറയും. ഞാൻ പറയും ഡോക്ടറെ സമീപിക്കണം എന്ന് പറയും, ഡോക്ടറെ കാണിക്കണമെന്ന് പറയും, അല്ലെ ഡോക്ടറോട് വിഷയം പറയണമെന്ന് പറയും. സംഗതിയെല്ലാം ഒന്നാണ്. പറഞ്ഞത് ഇങ്ങനെയാണ്, ഡോക്ടറെ സമീപിക്കണം. അപ്പൊ ഒരു വിഡ്ഢിയായ മനുഷ്യൻ അയാൾ എന്ത് ചെയ്തു, ഡോക്ടറെ പോയിട്ട് കണ്ടിട്ട് ഇങ്ങ് പോകുന്നു, ഒന്നും പറഞ്ഞില്ല, അയാളെ രോഗം മാറും. അപ്പൊ ജാവൂക്ക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തങ്ങളെടുത്ത് വന്നിട്ട് എന്റെ അടുത്ത് തെറ്റ് വന്നു പോയി നബിയെ തങ്ങളൊന്ന് റെക്കമെൻഡ് ചെയ്യണോന്ന് പറയണോന്ന് അതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് ആ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ പറഞ്ഞത് വയസ്അലൂഹു അൻ യസ്തഗ്ഫിറ ലഹും, അവർക്ക് ദോഷം പുറത്തു കൊടുക്കാൻ നബി തങ്ങൾ റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി നബിയോട് അവർ ചോദിക്കുകയും ചെയ്യട്ടെ. അതാണ് ആ ജാവൂക്കന്റെ അർത്ഥം. അവിടെയാണ് ഇമാം റാസിയുടെ വിശദീകരണം. ഇദാ ജാഊ മൻ ഖസ്സഹു അല്ലാഹു ബിരിസാലതിഹി വഅക്റമഹു ബിവഹ്യിഹി വജഅലഹു സഫീറൻ ബൈനഹു വബൈന ഖൽഖിഹി. നബി തങ്ങളുടെ സമീപത്ത് വരുമ്പോൾ ഒരു സാധാരണക്കാരന്റെ അടുത്ത് സമീപം ചെന്ന പോലെയല്ല, പിന്നെ അള്ളാഹു റസൂലാക്കി പറഞ്ഞ ആളെടുക്കലാണ് ചെല്ലുന്നത്. അള്ളാഹു വഹീ കൊടുത്ത് ബഹുമാനിച്ച ആളെടുത്താണ് ചെല്ലുന്നത്. അള്ളാഹുവിന്റെ സൃഷ്ടികളുടെയും അള്ളാഹുവിന്റെയും ഇടയിൽ അള്ളാഹ് മധ്യവർത്തിയാക്കിയ ആളെടുത്താണ് ചെല്ലുന്നത്. ഇപ്പൊ ചിലരുണ്ടല്ലോ പരിഷ്കാരത്തിന് വേണ്ടി അള്ളാഹുവിലേക്ക് മധ്യവർത്തി വേണ്ട, ഞാൻ അതിന്റെ ആളാ എന്നൊക്കെ കിബ്റ് കൊണ്ട് പറയുന്നവരില്ലേ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു വിവരവും ഇല്ലായിട്ടാണ്, പരിശുദ്ധ ഖുർആനിൽ വിവരമില്ലാത്തത് കൊണ്ടാണ്. അല്ലാഹ് പഠിപ്പിക്കുകയാണ്, ആ നബിയുടെ സമീപത്ത് ചെല്ലുക, എന്നിട്ട് നബി തങ്ങളോട് ആവശ്യപ്പെടുക. വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവർക്ക് റെക്കമെൻഡ് ചെയ്യുകയും ഉണ്ടായാൽ, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഖുർആനിലെ ആയത്ത് വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, ഈമാനുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യണമെന്ന് റസൂലുള്ളാഹിക്ക് അല്ലാഹുവിന്റെ നിർദ്ദേശമുണ്ട്, മധ്യവർത്തി ആകണമെന്ന് നിർദ്ദേശമുണ്ട്. ആ മധ്യവർത്തിയായി നബിതങ്ങൾ അവർക്ക് വേണ്ടി ദോഷം പൊറുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്താൽ അല്ലാഹ് പറയുന്നില്ല വജദുല്ലാഹ തവ്വാബർ റഹീമ, അവർ തെറ്റ് ചെയ്തവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ഖുർആൻ. ഓ സുഹൃത്തുക്കളെ, അപ്പൊ നബിതങ്ങളെ മധ്യവർത്തിയായി ഖൈറിന്റെ നിമിത്തമായി എല്ലാ ഖൈറും കിട്ടാൻ ദോഷം പൊറുക്കാൻ വരെ പടച്ചവനോട് ചെയ്ത തെറ്റ് അല്ലല്ലാതെ പൊറുക്കുന്നവരില്ലെന്ന് ഉറപ്പല്ലേ. പക്ഷെ ആ പൊറുക്കുന്ന റബ്ബ് പൊറുക്കാൻ അല്ല വെച്ച മാർഗമാണ് നബിതങ്ങളോട് റെക്കമെൻഡിന് ആവശ്യപ്പെടുക, നബിതങ്ങളെ സമീപത്ത് ചെല്ലുക. ഇത് അല്ല വെച്ച നിമിത്തമാണ്, ഞാൻ ഉണ്ടാക്കിയതല്ല, ഏതെങ്കിലും മുസ്ലിം പണ്ഡിതന്മാരുണ്ടാക്കിയ ല്ല. അതുകൊണ്ടാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അബൂ ജഅഫറിൽ മൻസൂർ എന്ന് പറയുന്ന ഗവർണർ നബിതങ്ങളുടെ സമീപത്ത് നിന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്ത് കഴിഞ്ഞ് സഹാബത്തിന്റെ കാലം കഴിഞ്ഞ് അതേ മാലിക് ഇമാമിന്റെ കാലമായപ്പോ അവിടുന്ന് അബൂ ജഅഫറിൽ മൻസൂർ എന്ന ഗവർണർ അല്പം ശബ്ദത്തിൽ സംസാരിച്ചു. അങ്ങനെയുണ്ട് ചിലർ പള്ളിക്കാരനോരായ പള്ളിന്ന് ഉറക്കെ പറയാന്നൊരു തോന്നലുണ്ട് അല്ലേ. പള്ളിയിൽ നിന്ന് ആരും ഉറക്കെ സംസാരിക്കരുത്, കാരണം ഒരായാലും ഇല്ല, പള്ളി ഉണ്ടാക്കിയ ആളെയല്ല, പള്ളിനോട് ഇതുപോലെ ഹബീബ് നബി തങ്ങളെ സമീപത്ത് വെച്ച് ഗവർണർ അല്പം ശബ്ദത്തിൽ സംസാരിച്ചു. അപ്പോൾ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞു? ഏത് കാരണവരായാലും ഏത് ഭരണാധികാരി ആയാലും ആലിമീങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റൂലല്ലോ. മാലിക് ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശബ്ദം പതുക്കെയാക്കൂ ഗവർണറെ, കാരണം അല്ലാഹു തആല നബിതങ്ങളുടെ സമീപത്ത് നിന്ന് ശബ്ദം പതുക്കെയാക്കുന്നവരെ മദ്ഹ് ചെയ്തിട്ടുണ്ട്, അതേ ശബ്ദം ഉയർത്തുന്നവരെ അല്ലാഹു തആല ആക്ഷേപിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ശബ്ദം പതുക്കെയാക്കൂ ഗവർണറെ. ഫസ്തഖാന ലഹു അബൂ ജഅഫർ. അപ്പോൾ ആ ഭരണാധികാരി മാലിക് ഇമാമിന്റെ വാക്കിന് വിധേയപ്പെടുകയാണ്, അച്ചടക്കം കാണിക്കുകയാണ്. എന്നിട്ട് ചോദിച്ചൊരു ചോദ്യമാണ്, അസ്തഖ്ബിലുൽ ഖിബ്ലത ഔ അസ്തഖ്ബിലു റസൂലല്ലാഹ്, ഞാൻ ഖിബ്ലക്ക് തിരിഞ്ഞിട്ട് ദുആക്കണോ അല്ല റസൂലുള്ളാഹിനെ കൊള്ള തിരിഞ്ഞിട്ട് ദുആ ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത്. മഹാനായ മാലിക് ഇമാം മറുപടി പറയാണ്, ബലിസ്തഖ്ബിൽഹു വസ്തശ്ഫീ ബിഹി, നിങ്ങൾ റസൂലുള്ളാഹിനെ കൊള്ള തിരിഞ്ഞു നിന്നോ, നബി തങ്ങളോട് ശഫാഅത്ത് തേടിക്കോ. ഖാല തആല, അത് മാലിക് ഇമാമാകുന്ന എന്റെ വകയെ പറയല്ല. ഖാല തആല, അല്ലാഹ്
ഖുർആനിൽ പറഞ്ഞതാണത്. വലൗ അന്നഹും യളമൂ അൻഫുസഹും എന്ന ആയത്ത് ഓതി കൊടുക്കുകയാണ്. സുഹൃത്തുക്കളെ, സഹാബത്തിന്റെ ശേഷം ആ സഹാബത്തിൽ നിന്ന് ദീന് പഠിച്ച ആളുകൾ താബിഈങ്ങൾ. ആ താബിഈകളിൽ നിന്ന് ഈ ദീന് പഠിച്ച ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ആ മാലിക് ഇമാം സലഫിൽപ്പെട്ട ആളാണ്. 3 നൂറ്റാണ്ടിൽ ജീവിച്ച ആളാണ്. ബുഖാരി ഇമാമിന്റെ ഉസ്താദിന്റെ ഉസ്താദാണ്. ഷാഫി ഇമാമിന്റെ ഉസ്താദാണ്. ആ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് റെക്കമെൻഡ് തേടാൻ ആവശ്യപ്പെടുന്നു. ഇമാം ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു കിതാബ് ശിഫയിൽ രേഖപ്പെടുത്തിയത് കാണാം. അപ്പൊ സലഫിന്റെ പതിവെന്താണ്? സലഫിന്റെ പതിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് റെക്കമെൻഡ് തേടലാണ്. റസൂലുള്ളാഹിനെ ഇടയാടനാക്കി ചോദിക്കലാണ്. നബി തങ്ങളോട് വേവലാതിപ്പെടലാണ്. സുബ്ഹാനല്ലാഹ്. ഇനി നിങ്ങൾ നോക്കൂ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് മഴയില്ലാതെ ബുദ്ധിമുട്ടിയപ്പോ ഒരാൾ റസൂലുള്ളാഹിന്റെ ഖബറിങ്കിൽ പോവുകയാണ്. ഇമാം ബുഖാരിയുടെ ഉസ്താദായ അതേ ഇബ്നു അബീ ശൈബ റളിയല്ലാഹു അൻഹു അവിടുത്തെ മുസന്നഫിൽ സഹീഹായ പരമ്പരയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ആ പരമ്പര സഹീഹല്ലെന്ന് പറയാൻ ഒരാൾക്കും സാധ്യമല്ല. ഇബ്നു ഹജറുൽ അസ്ഖലാനി തങ്ങളും അതുപോലെ തന്നെ അതാ ഇബ്നു കസീറും സർവ്വ ഇമാമികളും അത് സഹീഹാണെന്നല്ലേ പ്രഖ്യാപിച്ചത്. എന്താ ചെയ്തത്? നബി തങ്ങളെ ഖബറിന്റെ സമീപത്ത് എന്നിട്ട് റസൂലുള്ളാഹിനെ വിളിക്കുന്നു. ഇന്ന ഉമ്മത്തക ഖദ് ഹലകൂ, തങ്ങളുടെ ഉമ്മത്ത് നശിച്ചു പോയി നബിയെ, വെള്ളമില്ല, വരൾച്ചയാണ്. അതുകൊണ്ട് ഇസ്തസ്ഖിലി ഉമ്മത്തിക യാ റസൂലല്ലാഹ്, ഇസ്തസ്ഖിലി ഉമ്മത്തിക, അല്ലാഹുവിന്റെ റസൂലേ, ഉമ്മത്തിന് വെള്ളം വാങ്ങിത്തരണേ, മഴ വാങ്ങിത്തരണേ. മഴ കൊടുക്കുന്നവൻ അല്ലാഹയാണ്, വെള്ളം കൊടുക്കുന്നവൻ അല്ലാഹയാണ്. അത് വാങ്ങിക്കൊടുക്കാൻ ഇടപെടാൻ നബി തങ്ങളോട് ആവശ്യപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ച ഈ കാലം ഏതാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് ഭരിക്കുന്ന കാലമാണ്. സലഫ് ജീവിക്കുന്ന കാലമാണ്. സലഫികളിൽപ്പെട്ട അഥവാ യഥാർത്ഥ സലഫ്, ആ സലഫിൽപ്പെട്ട ആളാണ് പോയി ചോദിക്കുന്നത്. അതേ, അദ്ദേഹം അത് കഴിഞ്ഞ് അവിടുന്ന് സ്വപ്നം കാണുകയാണ്. നബിതങ്ങളെ സ്വപ്നം കണ്ടാൽ അത് നബിതങ്ങൾ തന്നെയാണ്, സംശയമില്ല. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എന്നെ ആരെങ്കിലും സ്വപ്നം കണ്ടാൽ അത് ഞാൻ തന്നെയാണ്. അത് ബുഖാരിയുടെ ഹദീസാ. അതിനൊരു മുസ്ലിം പണ്ഡിതനും തള്ളൂല. അതേ സമയത്ത് ഏതോ ഒരു കുന്തത്തിന് സ്വപ്നം കണ്ടിട്ട് അത് റസൂലുള്ളാഹിയാന്ന് അറിയാൻ പാടില്ല. ചിലപ്പോ ശൈത്താൻ ഒരിക്കലും റസൂലുള്ളാഹിന്റെ രൂപപ്പെടാൻ കഴിയില്ല. അതേ സമയത്ത് ശൈത്താൻ ഏതോ ഒരു കോലത്തിൽ വന്നിട്ട് ഞാൻ റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കേണ്ടതുമില്ല. സുബ്ഹാനല്ലാഹ്. ഇത് വേർതിരിച്ച് മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹം സ്വപ്നം കാണുന്നു. അള്ളാഹിന്റെ റസൂല് പറയുന്നു, നിങ്ങൾ പോയി ഉമർ ഇബ്നുൽ ഖത്താബിന് സലാം പറയണം, നിങ്ങൾ പറയണം അടുത്ത് തന്നെ മഴ പെയ്യുമെന്ന് പറയണം. ഈ കാര്യമെല്ലാം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്ന് അദ്ദേഹം പറയുന്നു. ഉമർ റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ്. ഇപ്പൊ സലഫികൾ എന്ന് പറയുന്ന പുത്തൻവാദികളുണ്ടല്ലോ, അവരുമായി സലഫിന് വല്ല ബന്ധമുണ്ടോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്? എന്ത്, നീ റസൂലുള്ളാഹിന്റെ ഖബറിൽ പോയിട്ട് നബിയോട് തേടിയോ? ശിർക്കായി പോയി, അബൂജഹലായി പോയി എന്ന് പറഞ്ഞോ? ഇല്ല. ഹറാമാണെന്ന് പറഞ്ഞോ? ഇല്ല. കറാഹത്താണെന്ന് പറഞ്ഞോ? ഇല്ല. ഖിലാഫുൽ ഔലാന്ന് പറഞ്ഞോ? ഇല്ല. ഇനിമേൽ അങ്ങനെ ചെയ്യരുത് പറഞ്ഞോ? ഇല്ല. എന്ത് ചെയ്തു? അതിന് 100% സപ്പോർട്ട് ചെയ്യുന്നു. അതാണ് സലഫ്. നബിതങ്ങളുടെ ബഹുമാനം, നബിതങ്ങളുടെ റെക്കമെൻഡ് പൂർണ്ണമായി അംഗീകരിക്കുന്നവരാണ് സലഫ്, സഹാബത്ത്. അതേപോലെ താബീങ്ങൾ, താബീങ്ങൾ 3 നൂറ്റാണ്ടിൽ ജീവിച്ച മഹാന്മാർ. ഞാൻ ഈ ഒരു വിഷയം പറയാൻ കാരണം ഇതാണല്ലോ മുഖ്യധാര മുസ്ലിമീങ്ങളെ, സർവ്വ മുസ്ലിമീങ്ങളെയും ശിർക്ക് ചെയ്ത മുശ്രിക്കീങ്ങളാണെന്ന് പറഞ്ഞ് ചിത്രീകരിച്ച് മുസ്ലിം സമുദായത്തിൽ രൂക്ഷമായ ഭിന്നതയുണ്ടാക്കാൻ ഇവിടുത്തെ പുത്തൻവാദികളെ, സലഫികൾ എന്ന് പറയുന്നവരെ പ്രേരിപ്പിച്ച ഒരു കാര്യം ഇതാണല്ലോ. മറ്റൊന്ന് പറയട്ടെ, മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് സലഫാണെന്ന് തർക്കമില്ലല്ലോ. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറഞ്ഞതില്ലേ നേരത്തെ ഞാൻ ഉദ്ധരിച്ചത്, അർശിനെ അള്ളാഹു പടച്ചത് എന്തിനാണ്? അള്ളാഹിന്റെ ഖുദ്റത്ത് വെളിവാക്കാനാണ്. അള്ളാഹുവിന് കയറിയിരിക്കാൻ സ്ഥലം ഉണ്ടാക്കിയതല്ല.
അപ്പൊ അള്ളാഹുവിന് സ്ഥലം ഇല്ല. അതാണ് സലഫിന്റെ വിശ്വാസം. ആ വിശ്വാസത്തിനെതിരെ പടച്ചവൻ അർശിന്റെ മുകളിൽ ഇരിക്കുന്നു എന്നല്ലേ സലഫികൾ എന്ന് പറയുന്ന കക്ഷികൾ ഇപ്പോൾ പറഞ്ഞു നടക്കുന്നത്? ആ വാദം ഉന്നയിച്ചവർ ആരാണ്? ആ വാദം ഉന്നയിച്ചവർ റാഫിളത്താണ്. റാഫിളത്ത് എന്ന് പറഞ്ഞാൽ ആരാണ്? റഫദു അബൂബക്കറിൻ വ ഉമർ, ഉമർ ഇബ്നു ഖത്താബ് പിഴച്ചുപോയി, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പിഴച്ചുപോയി എന്ന് പറഞ്ഞ ടീമാണ്. ആ ടീമിന്റെ ഉത്ഭവം എപ്പോഴാണ്? ആ ടീമിന്റെ ഉത്ഭവം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ്. അവരിൽ ചിലർ വാദിച്ചു അലി ഇബ്നു അബീ ത്വാലിബ് ദൈവമാണെന്ന് വാദിച്ചു. അബൂബക്കറും ഉമറും പിഴച്ചുപോയി എന്നും വാദിച്ചു. ഇന്നാലില്ലാഹി. ആ ടീമിൽപ്പെട്ട ചിലർ വാദിച്ചു അലി ഇബ്നു അബീ ത്വാലിബിനെ അതേ ഫവ്വദ തദ്ബീറൽ ആലം, സർവ ലോകത്തിന്റെയും പ്രപഞ്ചത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായി അലി ഇബ്നു അബീ ത്വാലിബിനെ അല്ലാഹു ഏൽപ്പിച്ചിരിക്കുന്നു. വഹുവൽ ഖാലിഖുസ് സാനി, പടച്ചവൻ അതേ അലി ഇബ്നു അബീ ത്വാലിബ് രണ്ടാം പടച്ചവനാണ് എന്നവർ വാദിച്ചു. ഇത് റാഫിളത്തിന്റെ വാദമാണ്. ഇപ്പോൾ ഇല്ലേ ചിലര് അതേ മടവൂര് ഞങ്ങളെ പടച്ചവനാന്ന് പറയുന്ന ടീം, അത് ഈ റാഫിളത്തിന്റെ അനുയായികളാണ്. ഓ സുഹൃത്തുക്കളെ, യഥാർത്ഥത്തിൽ സർവ്വ വിഷയങ്ങളെയും നിയന്ത്രിക്കുന്നവൻ, ലാ തദ്ബീറ ലിമൻ ലാ ഖൽഖ ലഹു, സൃഷ്ടിച്ച പടച്ചവനല്ലാതെ തദ്ബീറില്ല എന്ന് ഇമാം റംലി റളിയല്ലാഹു അൻഹു അതേ രേഖപ്പെടുത്തിയതായി കാണാം. ഇബ്നു റസ്ലാൻ റളിയല്ലാഹു അൻഹുവിന്റെ സബദിന്റെ ശറഹിൽ രേഖപ്പെടുത്തിയത് കാണാം. അപ്പൊ പിന്നെ നമ്മൾ വരുമ്പോ നമ്മുടെ ഡ്രൈവറല്ലേ വണ്ടി നിയന്ത്രിച്ചത്? സ്റ്റേജ് നിയന്ത്രിക്കുന്നത് അധ്യക്ഷനല്ലേ? അതേപോലെ തന്നെ പ്ലെയിന് നിയന്ത്രിക്കുന്നത് പൈലറ്റ് അല്ലേ? ചിലര് പറയും അമേരിക്കയാണ് ലോകോട്ടാകെ നിയന്ത്രിക്കുന്നത്. അങ്ങനൊക്കെ പറഞ്ഞാൽ ആ പറയുന്നതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ നിയന്ത്രണം അവരെ ഏൽപ്പിച്ചു എന്നൊന്നല്ല. അതിന്റെ അർത്ഥം എന്താണ്? അവർ അതിൽ ചില വിഷയങ്ങളിൽ അവർ ഇടപെടുന്നു എന്നാണ്. ഏതെങ്കിലും ഒരു മൊയ്ലാര് എപ്പോഴെങ്കിലും അതാ സിഎം വലിയുള്ള നിയന്ത്രിക്കുന്നു എന്നോ അല്ലെ മൊഹീദ്ദീൻ ഷെയ്ഖ് നിയന്ത്രിക്കുന്നു എന്നോ അല്ലെങ്കിൽ റസൂലുള്ള നിയന്ത്രിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം പല വിഷയങ്ങളിലും അവർ ഇടപെടുന്നു എന്നാണ്. അല്ലാതെ അല്ലാഹു അല്ലാത്തവരെ നിയന്ത്രിക്കുന്നവരുണ്ട് എന്ന് ഒരു സുന്നിയും ഒരു മുസ്ലിമും വിശ്വസിക്കുന്നില്ല. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, മുദബ്ബിറുൽ ഹാദിസാത്ത്, സർവ്വ സൃഷ്ടികളെയും നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്. എന്തുകൊണ്ട്? ഇനിജിത്തമായത്തിൽ ഇൻസു വൽ ജിന്നു വൽ മലായികത്തു വശയാത്തീനു, ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു ഖവായിദുൽ ഖായിദിൽ പറയാൻ, എല്ലാ മനുഷ്യരും ഒരുമിച്ച് കൂടി, ഒരു നബിയും ബാക്കിയില്ല, ഒരു വലിയും ബാക്കിയില്ല. വൽ ജിന്നു, എല്ലാ ജിന്നുകളും ഒരുമിച്ച് കൂടി. വൽ മലായികത്തു, ജിബ്രീൽ അലൈഹിസ്സലാം അടക്കം എല്ലാ മലക്കുകളും ഒരുമിച്ച് കൂടി. വശയാത്തീനു, എല്ലാ ശൈത്താന്മാരും ഇബ്ലീസ് അടക്കം ഒരുമിച്ച് കൂടി. എന്തിന്? ഈ പ്രപഞ്ചത്തിൽ ഒരു അണുവിനെ ചലിപ്പിക്കാൻ, അല്ലെങ്കിൽ ഒരു അണുവിനെ നിശ്ചലമാക്കാൻ. എന്നാൽ എങ്ങനെ? അല്ലാഹു ഉദ്ദേശിക്കാതെ ഒരണുവിനെ ചലിപ്പിക്കാനോ നിശ്ചലമാക്കാനോ എല്ലാ നബിമാരും എല്ലാ മലക്കുകളും എല്ലാ ശൈത്താന്മാരും എല്ലാ ജിന്നുകളും ഒരുമിച്ച് കൂടിയല്ല അവർക്ക് സാധിക്കൂല. അല്ലാഹു ഉദ്ദേശിക്കാതെ ഇവിടെ ഒന്നും നടക്കൂല. മാഷാ അല്ലാഹു കാൻ വമാ ലം യശഅ ലം യകുൻ. അല്ലാഹു ഉദ്ദേശിക്കാതെ ഇവിടെ ഒന്നും നടക്കൂല. ഇത് വിശ്വസിക്കുന്നവർക്കാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. അവരാണ് സലഫിന്റെ വഴിയിലുള്ളവർ. അതേ സമയത്ത് നിങ്ങൾ ചിന്തിക്കണം, അള്ളാഹുവിനെ സംബന്ധിച്ച് പിഴച്ച വാദം ഉന്നയിച്ചു റാഫിളത്ത്. അവരുടെ വാദം എന്താണ്? സിദ്ദീഖുൽ അക്ബർ പിഴച്ചുപോയി, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പിഴച്ചുപോയി. അതിന് കാരണം പറഞ്ഞ എന്താണ്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിഴച്ചുപോയതിന് ഒരു തെളിവ് പറഞ്ഞ എന്താ അറിയോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്ത ഒരു നല്ല കാര്യം ചെയ്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 10 ദിവസത്തെ ബാലതും കെട്ടിച്ചു. ഇതുപോലെ ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേ ഡേറ്റ് വാങ്ങിയിട്ട് വാല്യൂ വെച്ചിരുന്നു. ഓരോ മൈലാമാരോ ഡേറ്റ് വാങ്ങിയിട്ട് വാല്യൂ വെച്ചിരുന്നു. ഇല്ല. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദേവാ കോളേജ് ഉണ്ടാക്കിനോ? ഇല്ല. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുഖാരി പോലത്തെ ഒരു ഹദീസിന്റെ കിതാബ് ഉണ്ടാക്കിനോ? ഇല്ല. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേ ഒരു ഫിഖഹിന്റെ ഗ്രന്ഥം ഉണ്ടാക്കിനോ? ഇല്ല. റസൂലുള്ള മദ്രസ ഉണ്ടാക്കിനോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിക്ക് മിനാർ ഉണ്ടാക്കിനോ? ഇല്ല. അപ്പൊ അതൊക്കെ റസൂൽ ചെയ്യാത്ത കാര്യം എല്ലാം തെറ്റാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്ത എല്ലാ കാര്യവും തെറ്റാ. പക്ഷേ എന്ത് ചെയ്തു എന്നറിയോ? റാഫിളത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ 2 ചട്ടയുടെ ഉള്ളിലായി പൂർണ്ണമായി എഴുതി വെച്ചു. മാനവர்கள் എഴുതിയതല്ല, ഏതാ നേതൃത്വം കൊടുത്ത് കൽപ്പിച്ച് എഴുതിപ്പിച്ചു. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്ത കാര്യമാണ്. ഖുർആൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എല്ലാം കൂടി ഒന്നിച്ചല്ല. അത് റസൂലുള്ള ചെയ്യാത്ത കാര്യം ചെയ്തതിനാൽ
റാഫിളത്ത് എന്ന് പറയുന്ന പുത്തൻവാദികൾ പറഞ്ഞു, ഒരു നല്ല കാര്യവും റസൂലുള്ള ചെയ്യാത്തത് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് സിദ്ദീഖുൽ അക്ബർ പിഴച്ചു പോയി എന്ന് പറഞ്ഞു. ഇതന്നല്ലേ ഇന്ന് നബിദിന കഴിക്കുമ്പോ അതിനെ എതിർക്കുന്ന മുജാഹിദും പറയുന്നത്? റസൂലുള്ള അങ്ങനെ ബിരിയാണി വെച്ച് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ബിരിയാണി വെച്ചൂടാ. എന്നാൽ ഇവന്റെ പുരയിൽ പുതിയ പുര ഉണ്ടാക്കി താമസിക്കുമ്പോ അവൻ ബിരിയാണി വെച്ച് കൊടുക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു നിങ്ങൾ പുതിയ പുര ഉണ്ടാക്കി താമസിക്കുമ്പോൾ ബിരിയാണി വെച്ച് കൊടുത്തിരുന്നോ? ഇല്ല. അപ്പൊ എന്താ അവിടെ എന്റെ പുരയോട് എനിക്ക് വലിയ ബഹുമാനുണ്ട്. എന്നാ ഞങ്ങൾക്ക് ഞങ്ങളെ റസൂലുള്ളാഹിനോട് എന്റെ പുരേനെ കാണാൻ ബഹുമാനുണ്ട്. ഞങ്ങൾ ആ ആദരവ് പ്രകടിപ്പിക്കാനാണ് കൊടുക്കുന്നത്, ആ സ്നേഹം പ്രകടിപ്പിക്കാനാണ് കൊടുക്കുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിക്കണം, നല്ല കാര്യം റസൂലുള്ളാഹി ചെയ്യാത്തത് ചെയ്തുകൂടാനുള്ള വാദം ഉന്നയിച്ചവർ റാഫിളത്ത. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതോ വഫഅലുൽ ഖൈറ ലഅല്ലക്കും തുഫ്ലിഹൂൻ. എത്രയോ ആയത്തുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും കാണാതെ അറിയുന്ന ഒരു ആയത്താണ്. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ. ഒരു അണുമണി തൂക്കം ഖൈർ ചെയ്താൽ അതിന് പഠിച്ചവൻ പ്രതിഫലം തരും. അപ്പൊ ആ ഖൈറ് ചെയ്ത വകയിൽ സിദ്ദീഖുൽ അക്ബർ പിഴച്ചുപോയി എന്ന് റാഫിളത്ത് വാദി. ആ റാഫിളത്തിന്റെ അനുയായികളാണ് ഇന്നത്തെ പുത്തൻവാദികൾ, അല്ലാതെ സലഫിന്റെ അനുയായികൾ അല്ല. പിന്നെ അവർ ഉമർ ഇബ്നു ഖത്താബ് പേച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമാം സർഖസി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബുൽ മബ്സൂത്ത് അതിൽ മഹാനവറുകൾ പറയാണ്, അവർ വായിച്ചു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പേച്ചു പോയി എന്ന് വായിച്ചു. എന്താ കാരണം? ഉമർ റളിയല്ലാഹു അൻഹു തറാവീഹ് നിസ്കാരം 20 റക്അത്ത് നബിതങ്ങൾ നിസ്കരിച്ചതുപോലെ, പക്ഷേ നബിതങ്ങൾ 3 ദിവസമാണ് നിസ്കരിച്ചത് ജമാഅത്തായിട്ട്, അത് എല്ലാ ദിവസവും നടപ്പാക്കി. അപ്പൊ റസൂലുള്ളാഹി എല്ലാ ദിവസവും അങ്ങനെ നടപ്പാക്കിയിട്ടില്ല. അതുകൊണ്ട് ഉമർ ഇബ്നു ഖത്താബ് ഇസ്ലാമിൽ ഇല്ലാത്ത പുതിയ സംഗതി കൊണ്ടുവന്നു. അതിനാൽ ഉമർ ഇബ്നു ഖത്താബ് പിഴച്ചു പോയി എന്ന് റാഫിളത്ത് വാദിച്ചു. ആ റാഫിളത്തിനെ പിന്തുടർന്നവരാണ് തറാവീഹിനെ തള്ളിപ്പറയുന്നവരും തറാവീഹിന്റെ എണ്ണം ചുരുക്കുന്നവരും. റാഫിളത്തിനെ തള്ളിപ്പറയുന്നവരാണ്, അല്ല സലഫിനെ പിന്തുടർന്നവർ അല്ല. സലഫിൽ ഒരു സഹാബിക്കും തർക്കമുണ്ടായിട്ടില്ല, അവരെല്ലാവരും 20 റക്അത്ത് തറാവീഹാണ് നിസ്കരിച്ചത്. എന്നെ എല്ലാവരും എഴുതേറ്റുന്ന ഒരു സ്ഥലത്തിൽ ഞാൻ നിർത്തുകയാണ്. ഞാൻ ചെറിയ കുറച്ച് ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞതാണ്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ആതിക ബീവി റളിയല്ലാഹു അൻഹ മഹദിക്ക് വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് ഖൈർ എന്ന് അറിയാത്തതിനാൽ പള്ളിയിലേക്ക് പുറപ്പെട്ടു പോയി. ആരും കാണൂല എന്ന് വിചാരിച്ചിട്ട് ഇരുട്ടത്ത് അത് ഉമർ ഇബ്നു ഖത്താബ് അടിച്ചിട്ട് നിർത്തിച്ചു. അടിച്ചത് ആ പെണ്ണിന് ഭർത്താവാണ് അടിച്ചതെന്ന് തിരിയാത്ത മട്ടത്തിലാണ്. കാരണം അമ്പകയിൽ കുടുംബകലഹമൊന്നും ഉണ്ടാകണ്ട, വീട്ടിൽ പ്രശ്നമൊന്നും ഉണ്ടാകണ്ട, ഒളിച്ചു നിന്നിട്ടാണ് അടിച്ചത്. നിർത്തിച്ചു. അപ്പൊ സലഫിന്റെ ശൈലി എന്താണ്? പെണ്ണുങ്ങൾ പള്ളിയിൽ പോകണ്ടെന്നാണ്. അതുകൊണ്ടാണ് ബഹ്ജത്തുൻ നുഫൂസ് എന്ന ഗ്രന്ഥത്തിൽ ബുഖാരിയുടെ ശറഹിൽ അബൂ ജംറത്തുൽ ഉൻദുൽസി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലത്ത് പെണ്ണ് ജമാഅത്തിൽ പോകുന്നത് തടഞ്ഞു. അപ്പൊ സലഫിന്റെ വഴി എന്താണ്? പെണ്ണുങ്ങളെ ജുമാഅക്കും ജമാഅത്തിനും പറഞ്ഞേക്കാതിരിക്കലാണ്. ഇരുന്നോളൂ. ഓ സുഹൃത്തുക്കളെ, ഇനി നിങ്ങൾ ഏത് വിഷയം എടുത്തോളൂ, സഹീഹുൽ ബുഖാരിയിലെ 916 നമ്പർ ഹദീസ് അതിലുള്ളത് എന്താണ്? ഉമർ ഇബ്നു ഖത്താബ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന കാലത്ത് ജുമഅക്ക് 2 ബാങ്ക് സ്ഥിരപ്പെട്ട് കഴിഞ്ഞു. ഫസബത്തൽ അംറു അലാ ദാലിക. അതാരാ പറഞ്ഞത്? 7ാമത്തെ വയസ്സിൽ ഹജ്ജിന് പോയ സഹാബിയായ സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു. പോയത് ആരാ കൂടെയാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെയാ. ആ സായിബ് റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്, എന്ത് ജുമഅ നിസ്കാരത്തിന് 2 ബാങ്ക് സ്ഥിരപ്പെട്ട് കഴിഞ്ഞു. കാരണം ഒരു സഹാബിക്കും തർക്കല്ല, അങ്ങനെ അത് പറ്റൂല എന്ന് ആരാ പറഞ്ഞത്? അത് മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയും. അപ്പൊ അവര് സലഫിന്റെ വഴിയിലാണോ? സഹാബത്തിന്റെ വഴിയിലല്ല, സലഫിന്റെ വഴിയിലല്ല, ഇമാം ബുഖാരിയുടെ വഴിയിലല്ല, ഷാഫി ഇമാമിന്റെ വഴിയിലല്ല, മാലിക് ഇമാമിന്റെ വഴിയിലല്ല, ആ 3 നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു മഹാന്റെ വഴിയിലുമല്ല പുത്തൻവാദികൾ. ഇനി നിങ്ങൾ നോക്കൂ, സുബ്ഹാനല്ലാഹ്, അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ഖബറിന്റെ അടുത്ത് ചെല്ലുമ്പോ ആരോ ഖുർആൻ ഓതുകയാണ്. അപ്പോൾ മഹാനവറുകൾ ആദ്യം അത് വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ വെച്ച് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്ന സഹാബി ഖബറിന്റെ അടുക്കൽ വെച്ച് സൂറത്തുൽ ബഖറയുടെ ആദ്യവും അവസാനവും ഓതാൻ വേണ്ടി വസിയ്യത്ത് ചെയ്തിരുന്നു എന്ന സംഭവം ഒരാൾ വിവരിച്ചു കൊടുത്തപ്പോൾ അഹ്മദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാൽ ഓതൂ ഖുർആൻ ഖബറിന്റെ അടുക്കൽ. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യിത്തും വെച്ചിട്ട് ശിഷ്യന്മാർ ഖുർആൻ ഓതി. ലൈസ് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ മഹാനായ ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു ഖത്തം ഓതി, ഖത്മ തീർത്തു ഖബറിന്റെ അടുക്കൽ. അത് പിന്നെയും കാലകാലമായി തുടരുന്നു എന്ന് ഇമാമികൾ രേഖപ്പെടുത്തുന്നു. അപ്പൊ സലഫിന്റെ വഴി എന്താണ്? ഖബറിന്റെ അടുക്ക ഖുർആൻ ഓതലാണ്, ഓതാതിരിക്കലല്ല. അതേപോലെ മയ്യിത്ത് കൊണ്ടുപോകുമ്പോൾ സലഫിന്റെ പതിവ് എന്താണ്? അദ്കാറിൽ നിങ്ങൾക്ക് കാണാം ഒരു അധ്യായം തന്നെ, ബാബുമായ ഖൂലുൽ മാശി മഅൽ ജനാസ, ജനാസ കൊണ്ടുപോകുമ്പോൾ എന്ത് ചൊല്ലണം എന്ന് പറയുന്ന അധ്യായം. മൗനജാത നടത്തണമെന്നല്ല, ചൊല്ലണോന്ന.
ചൊല്ലണം എന്ന് പറയുന്ന അധ്യായം. എന്താണ് ചൊല്ലാൻ നല്ലത്? അക്സിറൂ ഫിൽ ജനാസത്തി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്. ജാമിഉ സഗീറിൽ ഹദീസ് കാണാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലേണ്ടത്. മനസ്സിലായില്ലേ? ഏതോ ഒരു സ്ഥലത്ത് നിന്ന് എപ്പോ ഒരിക്കല് ഏതോ ഒരാള് ഒരു ബുർദ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ബുർദിയാ ചെല്ലേണ്ടെന്ന് നീ നാട്ടിൽ കുഴപ്പമുണ്ടാക്കരുത് കേട്ടോ. ബുർദ ചെല്ലുന്നതിന് എതിരൊന്നുമല്ല ഞാൻ. ഇനിയിപ്പോ അങ്ങനെയും പറയണ്ട. നമ്മൾ സാധാരണ മുമ്പേ ആലിമീങ്ങളിൽ നിന്ന് കേട്ടു വന്നതും കണ്ടുവന്നതും അതാണ് നടപ്പാക്കേണ്ടത്. അത് അക്സിറൂ ഫിൽ ജനാസത്തി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതോ അതേ, ഇദാ ഹദർതുമുൽ മരീദ അബിൽ മയ്യിത ഫഖൂലു ഖൈറാ. നിങ്ങൾ മയ്യിത്തിന്റെ അടുക്കലോ മരണം ആസന്നമായ രോഗിയുടെ അടുക്കലോ എത്തിയാൽ നിങ്ങൾ ഖൈറായത് ചൊല്ലിക്കോ. ബുർദയും ഖൈറാണ്, പക്ഷേ ഏറ്റവും ഖൈറ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണ്, ഖുർആനോത്താണ്. അതുകൊണ്ടാണ് നമ്മൾ ആലിമീങ്ങൾ പഴയകാലം മുതലേ മരിച്ച മയ്യിത്തിനടുക്കൽ യാസീൻ ഓതുന്നു. യാസീൻ പ്രത്യേകം തന്നെ ഹദീസിൽ വന്നതാണ്. ഖുർആൻ ഓതുന്നു. അതേപോലെ തന്നെ മരിച്ച മയ്യിത്ത് കൊണ്ടുപോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ ചൊല്ലുന്നു. അതെങ്ങനെ ചൊല്ലണം? ദാകിറൻ ബിലിസാനിഹി സിർറൻ, നാവ് കൊണ്ട് പതുക്കെ ചൊല്ലണം എന്ന് തുഹഫയിൽ പറഞ്ഞു. അതിനാണ് നമ്മളൊരു മൗലവി അർത്ഥം വെച്ചത്, പതുക്കെ നാവ് കൊണ്ട് ഓർക്കാം. നാവ് കൊണ്ട് ഓർക്കലുണ്ടോ? മുട്ടോണ്ട് മൂത്രമൊഴിക്കലുണ്ടോ? സുഹൃത്തുക്കളെ, നാവ് കൊണ്ട് ചൊല്ലണം എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ ചൊല്ലുമ്പോൾ എത്ര ശബ്ദം വേണം? നിങ്ങൾ മൈക്കും വെച്ചിട്ട് ബാങ്ക് കൊടുക്കുമ്പോഴത്തെ ശബ്ദം വേണ്ട, മൈക്കും വെച്ച് ചൊല്ലണ്ട. നിങ്ങൾ പതുക്കെ ചൊല്ലിയാൽ മതി. ഇഖാമത്ത് പതുക്കെ, അതേ ബാങ്ക് ഉറക്കെ നമ്മൾ പറയലില്ലേ? അതിനർത്ഥം ഇഖാമത്ത് ഒരാളും കേട്ടുകൂടാന്നല്ലോ. അപ്പൊ പതുക്കെ ദിക്ർ ചൊല്ലണം, വലിയ ശബ്ദത്തിൽ വേണ്ട. അതാണ് ഇമാം നവവി സുകൂത്ത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥമെന്ന് എല്ലാ പണ്ഡിതന്മാർക്കും അറിയാം. അപ്പൊ നാവ് കൊണ്ട് ദിക്ർ ചൊല്ലി കൊണ്ടുപോകണം. അതാണ് സലഫിന്റെ വഴി. എന്നാൽ ഏതെങ്കിലും മുമ്പ് കാലങ്ങളിൽ ചിലര് മെല്ലെ ചൊല്ലി പോകുമ്പോ, തീരെ ശബ്ദമില്ലാതെ ചൊല്ലുമ്പോ ചില സാധാരണക്കാര് അല്ല, ചിലപ്പോ മൂല്യന്മാര് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞ് ഇന്ന് വരും. അതുകൊണ്ട് വർത്താനം പറയാനുള്ള ചാൻസ് ഉണ്ടാകരുത്. അതുകൊണ്ട് കുറച്ച് ഉറക്കെ തന്നെ ചൊല്ലാം എന്ന നിലക്ക് പണ്ഡിതന്മാര് ചൊല്ലി വന്നതിനാൽ അത് ഉറക്കെ തന്നെ ചൊല്ലണമെന്ന് ബുജൈരിമി പോലുള്ള കിതാബിൽ കാണാം. അല്ലെങ്കിൽ അത് മയ്യിത്തിനെ നിസ്സാരപ്പെടുത്തലാകുമെന്ന് വരെ ഇമാമികൾ രേഖപ്പെടുത്തിയത് കാണാം. ആകയാൽ മയ്യിത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്ർ ചൊല്ലിക്കൊണ്ടുപോകലാണ് സലഫിന്റെ വഴി. അല്ലാതെ മൗനജാത നടത്തലല്ല, മാതൃഭൂമി വായിക്കലല്ല. ഖുർആനും ദിക്റുമാണ് വേണ്ടത്. അതിനാൽ മരിച്ച മയ്യിത്തിനടുക്കൽ ഖുർആൻ ഓതണം, ദിക്ർ ചൊല്ലണം. അല്ലാതെ അവിടെ ഇരുന്ന് സംസാരിക്കാൻ പാടില്ല. അതാണ് സലഫിന്റെ വഴി. അതാണ് പിൻഗാമികൾ പിന്തുടർന്നത്. ഇനി ഫത്ഹുൽ മുഈൻ മുതഅല്ലിമീങ്ങൾക്കറിയാം, ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് ലിത്തിബാഇ സലഫി വൽ ഖലഫി. അതെവിടെയാ പറഞ്ഞത്? യുസ്തറതു കൗനുഹാ അറബിയ്യതൻ, ഖുതുബ അറബിയിൽ തന്നെ ആകണം. എന്താ തെളിവ്? ലിത്തിബാഇ സലഫി വൽ ഖലഫി. അതെ, സലഫും ഖലഫും എന്നാൽ 3 നൂറ്റാണ്ടിന് ശേഷമുള്ളവരും അതിന് മുമ്പുള്ളവരും എല്ലാവരും അറബിയിലാണ് ഖുതുബ ഓതിയത്. അതുകൊണ്ട് അറബി തന്നെ ഖുതുബ ഓതണം. അതിന് വേറൊരു പ്രയോഗമാണ് മഹല്ലിയിലും സറഹുൽ കബീറിലൊക്കെ, കമാ ജറാ അലൈഹിൻ നാസ് ലിമാ ജറാ അലൈഹിൻ നാസ്. സ്വഹാബികൾ മുതൽക്കുള്ള എല്ലാവരും അറബിയിൽ മാത്രമാണ് ഖുതുബ ഓതിയത്. അതിന്റെ പുറമെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുമുണ്ട്, സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി. ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതാണോ നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയത് അതുപോലെ നിസ്കരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിച്ച ഭാഷയിലല്ലാതെ ഖുതുബ ഓതിയിട്ടില്ല. ഖുതുബ ഓതിയ ഭാഷയിൽ ല്ലാതെ നിസ്കരിച്ചിട്ടില്ല. ഖുതുബക്കൊരു ഭാഷ, നിസ്കാരത്തിനൊരു ഭാഷ. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലില്ല. അതേ സലഫിന്റെ സഹാബത്തിന്റെ ജീവിതത്തിലില്ല. ഒരു ഇമാമിന്റെ ജീവിതത്തിലുമില്ല. 1300ഓളം കൊല്ലം ലോകത്ത് ഒരു പണ്ഡിതനും അറബിയിലല്ലാതെ ഖുതുബ നിർവഹിച്ചിട്ടില്ല. ഇതായിരുന്നു ഞാൻ മർക്കസിൽ പഠിക്കുന്ന കാലത്ത് ഈ പേട്ടയിൽ വെച്ച് പ്രസംഗിക്കും
പ്രസംഗിക്കുമ്പോ അവിടെ പള്ളിയിൽ ഖുതുബയിൽ മലയാളം പറയുന്ന ഒരു ഏർപ്പാടൊന്നുണ്ടായിരുന്നു. അന്ന് പ്രസംഗത്തിൽ ഞാൻ അതിനെതിരെ പ്രസംഗിച്ചപ്പോൾ ചിലര് തെറ്റിദ്ധരിച്ചവരുണ്ടായിരുന്നു. അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ. ഞാൻ പോകാൻ വിടൂല എന്നൊക്കെ പറഞ്ഞവരുണ്ടായിരുന്നു. അല്ലാഹു അവർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ. ആ പള്ളിയിൽ ഇപ്പോൾ അറബിയിൽ തന്നെ ഖുതുബ ഓതുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ മുൻഗാമികളെ പതിവിലേക്ക്, സലഫിന്റെ മാർഗത്തിലേക്ക് അതിനെ തിരിച്ചു കൊണ്ടുവന്ന എല്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും ഞാൻ അഭിനന്ദനം പറയുന്നു. അല്ലാഹു അവർക്ക് ഖൈർ ചെയ്യട്ടെ. കേരളത്തിൽ സർവ്വ പള്ളികളിലും മാലിക് ബിൻ ദിനാർ റളിയല്ലാഹുവിന്റെ കാലം മുതൽ അറബിയിൽ ഖുതുബ ഓതി. എന്നാൽ കൊടുങ്ങല്ലൂർ പള്ളിയിൽ, ആദ്യത്തെ പള്ളിയാണ്, അവിടെയും അറബിയിൽ തന്നെ നൂറ്റാണ്ടുകൾ ഖുതുബ ഓതി. പള്ളി കമ്മിറ്റിയിൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ കയറി കൂടിയപ്പോ നമുക്ക് ജനങ്ങൾക്ക് തിരിയണ്ടേ, ഒരു പുതിയ ഭാഷയുണ്ടാക്കി. ജനങ്ങൾക്ക് തിരിയണ്ടേ, ഒരാഴ്ചയായി തിരിയാത്ത, പിന്നെയും വെള്ളിയാഴ്ച ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് തിരിഞ്ഞാ പോരെ. കഴിഞ്ഞ ആഴ്ച നമുക്ക് ഇതുവരെ തിരിഞ്ഞില്ലല്ലോ. ഒരു 10 മിനിറ്റ് കൂടി കാത്തൂടെ, എന്നിട്ട് തിരിഞ്ഞാ പോരെ. അല്ല, ഇപ്പൊ തിരിയണോന്ന് ഭയങ്കര വാശിയാണ്. എന്തിന്? ഖുതുബ ബാത്തിലാക്കാൻ. എന്നിട്ട് അവിടെ ഖുതുബ മലയാളത്തിൽ തുടങ്ങി. ഞാൻ SSF കാരനായിരുന്ന കാലത്ത് അവിടുത്തെ SSF എന്നെ പ്രസംഗിക്കാൻ ക്ഷണിച്ചു. ഞാൻ അവിടെ പോയി ഖുതുബയെ സംബന്ധിച്ച് വിശദമായി സംസാരിച്ചു. അൽഹംദുലില്ലാഹ്, ഉടനെ തന്നെ ജനറൽ ബോഡി വീണ്ടും ചേർന്നു. ജനറൽ ബോഡിയിൽ കമ്മിറ്റി മാറി, തീരുമാനമെടുത്തു അറബിയിൽ മാത്രം ഖുതുബ തീരുമാനിച്ചു. ഇപ്പോൾ അവിടെ വീണ്ടും ഖുതുബ അറബിയിൽ തന്നെ ഓതിക്കൊണ്ടിരിക്കുന്നു. അപ്പോ വയല് പറഞ്ഞാൽ പലുണ്ട് എന്നാ പറഞ്ഞ്. ഇതിനെ ബാബുസാദി ബാസ് കാലത്ത് ഇങ്ങനെ ഒരു വേദം വെച്ച് കൂടുന്നെന്ന് വിചാരിക്കണ്ട. വയല് പറഞ്ഞാൽ ഈമാനുള്ളവർക്ക് ഫലം ചെയ്യും. അത് ഖുർആൻ പറഞ്ഞതാ, ഈമാനുള്ളവർക്ക് ഫലം ചെയ്യും. ഞാൻ തലശ്ശേരിക്കടുത്ത് പുന്നോല് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വേദം പറഞ്ഞു. SSF കാരനാണ്, പള്ളി ദർസില് പുല്ലൂക്കര പഠിക്കുന്ന കാലത്താണ്. ആ വേദന ഞാൻ പറഞ്ഞു. അവിടെ ഖുതുബ മലയാളം ഉണ്ടായിരുന്നു അവിടുത്തെ പള്ളിയിൽ. ഞാൻ അതിന്റെ തെളിവുകളൊക്കെ ഇങ്ങനെ പറഞ്ഞ് വിശദീകരിച്ച് പ്രസംഗിച്ചു. അപ്പൊ ഇസ്മായിൽ ഹാജി എന്നൊരു ഒരാളുണ്ട്, അവിടുത്തെ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റാണ്. അദ്ദേഹം എഴുന്നേറ്റുന്നു. വേറൊരു ഉമ്മർ ഹാജി ഉണ്ട്. ഒരാള് എഴുന്നേറ്റ് പുന്നോൾ പള്ളിയിലെ ഖുതുബ പരിഭാഷ നിർത്തുക എന്ന് പറഞ്ഞു. വയത് കഴിഞ്ഞ ഉടനെ അപ്പൊ മറ്റേ ആള് അല്ലാഹു അക്ബർ. അപ്പൊ എല്ലാവരും അല്ലാഹു അക്ബർ. പിന്നെ ഇതുവരെ അറബിയിലല്ലാതെ അവിടെ ഖുതുബ ഓതിയിട്ടില്ല പുന്നോൽ പള്ളി. അപ്പൊ പറഞ്ഞു കൊടുത്താൽ ആളുകൾക്ക് മനസ്സിലാവുകയും ചെയ്യും. അള്ളാനെ പേടിക്കുന്നവര്, സ്വർഗം കിട്ടണമെന്ന് വിചാരിക്കുന്നവര്, നരകത്ത് കടന്നുകൂടാന്ന് വിശ്വസിക്കുന്നവര്, റസൂലുള്ളാഹിന്റെ പൊരുത്തം കിട്ടണം, അള്ളാന്റെ പൊരുത്തം കിട്ടണമെന്ന് വിചാരിക്കുന്നവര് പറഞ്ഞു കൊടുത്താൽ നന്നാവും കേട്ടോ. ചിലർ ചോദിക്കും ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യമാണ്? പണ്ട് കാര്യമൊക്കെ ഉണ്ട്, കാര്യമില്ല എന്ന് വെറുതെ പറയാം. കാര്യമുണ്ട്. ഈമാനുള്ളവര് നന്നാവും. മുഅ്മിനീങ്ങൾക്ക് ഫലം ചെയ്യും. ഫലം ചെയ്തതിന്റെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അറബിയിൽ തന്നെ ഖുതുബ നിർവഹിക്കണം. അത് സലഫിന്റെ വഴിയാണ്. മുൻഗാമികളാരും അറബിയിലല്ലാതെ ഓതിയിട്ടില്ല. അതിന്റെ ഭാഷ മാറ്റിയത് സലഫിനെതിരാണ്. പിന്നെന്ത് സലഫി? സുബ്ഹാനല്ലാഹ്. മുതലക്കുളം മൈതാനി എന്ന് പറയുന്നത് മുതലയില്ല, കുളവും ഇല്ല. എന്നത് മുതലക്കുളം മൈതാനി, എന്ത് സലഫി? സുബ്ഹാനല്ലാഹ്. ചേടൻ എന്ന് പറയുന്നുണ്ട്, ചേട് കേട്ടുകൂടാത്ത. അതുപോലെയല്ലേ ഈ സലഫി എന്ന് പറഞ്ഞത്? സലഫുമായിട്ട് എന്താ ബന്ധം? സഹാബത്തിന്റെ വിശ്വാസമില്ല, സഹാബത്തിന്റെ ആചാരമില്ല, സഹാബത്തിന്റെ കർമ്മമില്ല. അതേപോലെ ഇമാമിങ്ങളെ വഴിയിലില്ല, 3 നൂറ്റാണ്ടിൽ ജീവിച്ച മഹാന്മാരെ വഴിയിലൊന്നും ഇല്ല. അവരാണിപ്പോ സലഫി എന്ന് പറഞ്ഞ് നടക്കുന്നത്. അല്ലാഹു തആല നന്നാകട്ടെ. നമ്മളവരെ ചീത്ത പറയുന്നില്ല, തെറി പറയുന്നില്ല. അതിൽ പെട്ടുപോയവർ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. അല്ലാഹു തആല തരുന്നതാണ് ഹിദായത്തിന്റെ വെളിച്ചം. ആ വെളിച്ചം നമ്മൾ കാത്തു സൂക്ഷിക്കണം. ആ മഹാന്മാരെ വഴിയിൽ തന്നെ നമ്മൾ ജീവിക്കണം. അതാണ് നമ്മുടെ മുൻഗാമികളായ ആലിമീങ്ങളും സാലിഹീങ്ങളും ഇവിടെ കാണിച്ചു തന്നത്. അതിന് പകരം പുതിയ ആശയങ്ങൾ കൊണ്ടുവന്ന് മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിച്ചിട്ട് എന്തെല്ലാമായി. ഇപ്പോ ഞാൻ ഇതിൻ്റെ അടുത്ത് വാഴക്കാട് പ്രസംഗിക്കുമ്പോ എല്ലാ മുജാഹിദും യോജിപ്പാണ്, പടച്ചവന് കയ്യും കാലും ഉണ്ട് എന്നുള്ളത്. എല്ലാ മുജാഹിദും യോജിപ്പാണ്, പടച്ചവൻ കസേരമെ കുത്തിരിക്കുന്നു എന്നുള്ളത്. ഇപ്പൊ ഉമർ സുല്ലമിയും കൂട്ടരും പറയുന്നത് അന്ന് പേരോട് പറഞ്ഞതാണ് ശരി. അവരിന്നെ രണ്ടായില്ലേ? എന്തേ അന്നെന്തേ അത് പറയാതിരുന്നത്? ചെറിയ കുട്ടികൾക്ക് അതറിയില്ല. അന്നെന്തേ അധികം പറയാതിരുന്ന? എല്ലാ സലഫി എന്ന് പറഞ്ഞ സാധനങ്ങളും എല്ലാവരും പറഞ്ഞില്ലേ അന്ന് പടച്ചവന് കയ്യും കാലും ഉണ്ട്.
ഇന്നാലില്ല എന്തെല്ലാം റാഫിളത്തിന്റെ വാദമാണ്. പഠിച്ചവന് കയ്യും കാലും ഉണ്ടെന്ന വാദം ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇൽജാമിൽ പറഞ്ഞു. ഞാൻ അന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്, ആരെങ്കിലും വിശ്വസിച്ചാൽ ഇന്നല്ലാഹ തആല ജിസ്മുൻ മുറക്കബും മിൻ അളാഅ്, കുറേ അവയവങ്ങൾ കൂടിച്ചേർന്ന ഒരു ജഡമാണ് പടച്ചവൻ അല്ലാഹ് വല്ലവനും വിശ്വസിച്ചാൽ, അതിങ്ങനെ വിശദീകരിച്ചിട്ട് ബഹുമാനപ്പെട്ടവർ പറയാണ് ഫഹുവ ആബിദു സനമിൻ, അവൻ വിഗ്രഹാരാധകനാണ്. മനസ്സിൽ സൂക്ഷിച്ച വിഗ്രഹത്തെയാണ് അവൻ ആരാധിക്കുന്നത്, ഒരു കോലത്തെയാണ് ആരാധിക്കുന്നത്. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞ് അവസാനം പറയാണ്, അങ്ങനെ വിശ്വസിച്ചിട്ട് ഒരു മനുഷ്യൻ പ്രവർത്തിച്ചാൽ പടച്ചവന് ജഡമുണ്ടെന്നും അവയവങ്ങളുണ്ടെന്നും വിശ്വസിച്ചാൽ എല്ലാ സഹാബത്തിന്റെ അഭിപ്രായത്തിലും ഇമാമിങ്ങളുടെ അഭിപ്രായത്തിലും സലഫിന്റെയും പിൻഗാമികളുടെയും മുൻഗാമികളുടെയും അഭിപ്രായത്തിൽ അവൻ ഇസ്ലാമെന്ന് പുറത്താണ്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇൽജാമുൽ അവാം എന്ന കിതാബിൽ പറയാണ്. അപ്പൊ സലഫിന്റെ വഴി പടച്ചവന് അവയവങ്ങളുണ്ടെന്ന് വിശ്വസിക്കലല്ല, പിന്നെയോ അല്ലാഹു തആല ഏകനാണെന്ന് വിശ്വസിക്കലാണ്. അതേ ഖിയാമുഹു ബിൻ നഫ്സി വഹ്ദാനിയ മുനസ്സഹുൻ ഔസാഫുഹു സരിയ. അല്ലാഹുവിന്റെ 20 പ്രത്യേകതകൾ വാജിബായ സിഫത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ഖിയാമും ബിൻ നഫ്സ്. അവൻ ആരിലേക്കും ആശ്രയമില്ലാത്തവനാണ്, എല്ലാവരും എല്ലാം അവനിലേക്ക് ആശ്രയിക്കുകയാണ്. എനിക്ക് നിൽക്കാൻ സ്ഥലം വേണം, ആ സ്ഥലം അല്ലാഹ് പടച്ചതാണ്, ഞാൻ അല്ലാഹുവിലേക്ക് ആശ്രയിക്കുകയാണ്. എനിക്ക് നിലനിൽക്കണമെങ്കിൽ വായു വേണം, വെള്ളം വേണം, ഭക്ഷണം വേണം. എനിക്ക് പിടിക്കണമെങ്കിൽ കൈ വേണം, കാണണമെങ്കിൽ കണ്ണ് വേണം, കേൾക്കണമെങ്കിൽ കാത് വേണം. ഞാൻ തന്നെ പലതിനെയും ആശ്രയിക്കുന്നു, എന്നാൽ അതെല്ലാം അല്ലാഹനെ ആശ്രയിക്കുന്നു. അല്ലാഹു തആല കഴിവ് തരാതെ കേൾക്കൂല, അല്ലാഹ് കഴിവ് തരാതെ കാണൂല. അങ്ങനെ അല്ലാഹുവിലേക്ക് ആശ്രയിക്കുന്നു. അല്ലയോ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ്, അല്ലാഹു ഒന്നിലേക്കും ആശ്രയിക്കുന്നില്ല, അല്ലാഹുവിലേക്കെല്ലാം ആശ്രയിക്കുന്നവനാണ് അല്ലാഹ്. അല്ലാഹു അഹദ് എന്നല്ലേ പറഞ്ഞത്, അല്ലാഹ് ഏകനാണ്. അതാണ് ഖിയാമുഹു ബിൻ നഫ്സി വഹ്ദാനിയ. അല്ലാഹു തആല ഏകനാണ്. ഞാൻ ഏകനല്ല. മാംസവും മജ്ജയും രക്തവും എല്ലും പല്ലും തോലും കയ്യും കാലും കണ്ണും മൂക്കും തലയും ഉടലും എന്തൊക്കെ ചേർന്നുണ്ടായതാണ് ഞാൻ. അല്ലാഹു അങ്ങനെ ഒന്നും ചേർന്നുണ്ടായവനല്ല, അങ്ങനെ ഒരു മുറക്കബല്ല, പലതും ചേർന്നുള്ളവനല്ല അല്ലാഹ്. പിന്നെയോ അല്ലാഹുവിന് അവയവങ്ങളുണ്ടെന്ന് വിശ്വസിക്കാൻ പാടില്ല, ജഡമുണ്ടെന്ന് വിശ്വസിക്കാൻ പാടില്ല. അല്ലാഹു ജല്ല ജലാലുഹു ഏത് നിലക്കും ഏകനാണ്. അവനെപ്പോലെ ഒരു കഴിവ് ലോകത്ത് ആർക്കുമില്ല, ഒന്നിനുമില്ല. അവൻ കൊടുക്കുന്ന കഴിവേ ഉള്ളൂ. അവനെ പോലത്തെ ഒരു അറിവ് വേർക്കാർക്കില്ല, കാരണം അവൻ കൊടുക്കുന്ന അറിവേ ഉള്ളൂ. അവനെ പോലത്തെ കേൾവി വേറെ ആർക്കില്ല, അല്ലാഹ് കേൾപ്പിച്ചു കൊടുക്കുന്നതേ കേൾക്കൂ. ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാം അല്ലാഹുവിൽ നിന്ന് വ്യത്യസ്തമാണ്. അല്ലാഹ് മാത്രം ഏകനാണ്. അല്ലാഹുവിന്റെ പ്രവൃത്തിയോ അത് സൃഷ്ടിക്കലാണ്. നമ്മളെ പ്രവൃത്തി സൃഷ്ടിക്കലല്ല, ഇടപെടലാണ്, ബന്ധപ്പെടലാണ്. അതേ അതുപോലെ നിമിത്തമാകലാണ്. സൃഷ്ടിക്കുന്നവൻ അല്ലാഹുവാണ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇൽമു പറഞ്ഞു തരാൻ ഇടപെടുന്നു. എൻ്റെ ഈ വാക്ക് സൃഷ്ടിക്കുന്നത് പടച്ചവനാണ്. എൻ്റെ കഴിവുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ കഴിയില്ല. എൻ്റെ ശരീരത്തിൽ ഞാൻ സംസാരിക്കുമ്പോൾ ഏത് നരമ്പാണ് ചലിക്കേണ്ടത്, ഏത് നരമ്പാണ് ചലിക്കാണ്ടിരിക്കേണ്ടത്, അതുപോലും എനിക്കറിയില്ല. സംസാരം പടക്കുന്നവൻ അല്ലാഹുവാണ്. ഞാൻ ഈ സംസാരവുമായി ഇടപെടുമ്പോൾ അല്ലാഹു സംസാരം പടച്ചു തരികയാണ്. എൻ്റെ കൈ ഉയർത്താൻ ഞാൻ ഉദ്ദേശിക്കുമ്പോൾ അല്ലാഹ് ഉദ്ദേശിച്ചാലേ ഞാൻ അങ്ങനെ ഉദ്ദേശിക്കുള്ളൂ. അങ്ങനെ ഉദ്ദേശിക്കുമ്പോൾ ആ ഉയർത്തലിനെ അല്ലാഹ് പടച്ചു തരികയാണ്. ഇല്ലെങ്കിൽ എനിക്ക് ഉയർത്താൻ കഴിയില്ല. ആകയാൽ എല്ലാം കുല്ലും മിൻ ഇൻദില്ലാഹ്, മുഴുവനും അല്ലാഹുവിങ്കിൽ നിന്നാണ്. അല്ലാഹ് മാത്രമാണ് ഏകനായുള്ളത്. ഇത് വിശ്വസിക്കലാണ് സലഫിന്റെ വിശ്വാസം. അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. അല്ലാഹുവിന് കയ്യും കാലും ഉണ്ടെന്നൊക്കെ വിശ്വസിച്ചാൽ അവൻ സലഫിന്റെ വഴിയിലല്ല. സുഹൃത്തുക്കളെ, അതുകൊണ്ട് വളരെ കൃത്യമായി സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ പഠിക്കണം. അതിനാണിപ്പോ കേരള മുസ്ലിം ജമാഅത്തിന്റെ കീഴിൽ കേരളം ഒട്ടാകെ ആദർശ സമ്മേളനങ്ങൾ നടത്തുന്നു.
നിങ്ങളെവിടെയും സമ്മേളനങ്ങൾ ഉണ്ടാകും. നിങ്ങൾ കേട്ട് പഠിക്കണം, നിങ്ങളതിൽ പോയി പങ്കെടുക്കണം. ആദർശ സമ്മേളനങ്ങൾ നടത്തുന്നത് നമ്മുടെ ആശയം എന്താണെന്ന് പഠിക്കാനാണ്. നമ്മുടെ ആശയം പഠിക്കണം. നമ്മുടെ മദ്രസയിൽ നിന്ന് പഠിച്ച് പലരും മറന്നു പോകുന്നുണ്ട്. അത് നന്നായിട്ട് പഠിച്ചു വെക്കണം. അത് മറന്നിട്ടാണ് പലരും വ്യാജത്തരീക്കത്തിലേക്ക് പോകുന്നത്. പലരും സുബ്ഹാനല്ലാഹ് പല വാദങ്ങളും ഉന്നയിക്കുന്നത് മദ്രസയിൽ നിന്ന് പഠിച്ച അഖീദ മറന്നു പോയിട്ടാണ്. അത് മറക്കാൻ പാടില്ല. അത് നല്ല ഓർമ്മയിൽ വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹഖിനെ ഹഖായി മനസ്സിലാക്കി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീൻ, സഹാബത്ത് പഠിപ്പിച്ച ദീൻ, അയിമ്മത്ത് പഠിപ്പിച്ച ദീൻ, നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ച ദീൻ, ആ ദീനിൽ ഉറച്ചു നിന്ന് ജീവിച്ച് മരിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പിഴച്ചുപോയി എന്ന് പറയുന്നവരിലോ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിഴച്ചുപോയി എന്ന് പറയുന്നവരിലോ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു പിഴച്ചുപോയി എന്ന് പറയുന്നവരിലോ, അലി റളിയല്ലാഹു അൻഹു പിഴച്ചുപോയി എന്ന് പറയുന്നവരിലോ നമ്മൾ പെടാൻ പാടില്ല. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ദൈവമാണ് എന്ന് വിശ്വസിച്ചപ്പോ ആ വിശ്വസിക്കുന്നവരോട് പറഞ്ഞു, അങ്ങനെ നിങ്ങൾ വിശ്വസിക്കാൻ പാടില്ല, നിങ്ങൾ അത് മാറുന്നില്ലെങ്കിൽ ഞാൻ തീ പൊള്ളിക്കൂന്ന് പറഞ്ഞു അലി റളിയല്ലാഹു അൻഹു. അപ്പൊ അവർ നിങ്ങൾ തീ പൊള്ളിച്ചാലും ഇല്ലെങ്കിൽ നിങ്ങൾ ദൈവം തന്നെയാണ്. അപ്പൊ അലി റളിയല്ലാഹു അൻഹു തീ പൊള്ളിച്ചു അവരെ. അപ്പൊ അവരെന്ത് പറഞ്ഞു? തീ പൊള്ളും എന്താ പറഞ്ഞതറിയോ? നിങ്ങൾ ദൈവാന്ന് ഉറച്ചു. എന്താണ്? ഒരു ഹദീസിലുണ്ട്, അതെ, തീനെ പഠിച്ച പഠിച്ചവനാണ് തീ കൊണ്ട് ശിക്ഷിക്കുക. അപ്പൊ നിങ്ങൾ എന്നെ പഠിച്ചവന്ന് മനസ്സിലായി. പിഴച്ചു പോയാൽ അങ്ങനെയാണ്. പിന്നെ ഒന്നും മനസ്സിൻ്റെ ഉള്ളിൽ കയറൂല. ഈ എത്ര വയസ്സ് പറഞ്ഞാലും അള്ളാഹ് ഹിദായത്ത് കൊടുത്തില്ലെങ്കിൽ ഒരാളും നന്നാവൂല. ചിലര് പറയൂലേ, ഹേ ഭയങ്കര വെല്ലുവിളിയൊക്കെ നടത്തിയാല് തെളിവുണ്ടേ കൊണ്ടുപോകാന്നൊക്കെ പറയും. തെളിവ് കൊണ്ടുകൊടുത്താൽ വിശ്വസിക്കും. ഞങ്ങൾ വിചാരിക്കുന്നത് വിശ്വസിക്കൂല. അള്ളാഹു വെളിച്ചം കൊടുക്കാതെ തെളിച്ചം കിട്ടൂല. അള്ളാഹ് വെളിച്ചം കൊടുക്കാതെ തെളിച്ചം കിട്ടൂല. അതുകൊണ്ടാണ് നമ്മളോട് എല്ലാ ദിവസവും 17 പ്രാവശ്യം ഖിബലക്ക് തിരിഞ്ഞിട്ട് ശുദ്ധിയോടെ ബുദ്ധിയോടെ നല്ല നിലക്ക് അള്ളാഹിനോട് ദുആ ചെയ്യാൻ പറഞ്ഞത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരെയുള്ള വഴിയിൽ ഞങ്ങളെ നീ എന്നും വഴി നടത്തണേ അല്ലാഹ്. ആ വഴി ഏതാണ്? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ച അമ്പിയാക്കളെ വഴി, സഹാബത്ത് സിദ്ദീഖീങ്ങളെ വഴി, സാലിഹീങ്ങളെ വഴി, ആ മഹാത്മാരുടെ വഴിയിൽ തന്നെ ഉറപ്പിച്ച് നിർത്തി ഞങ്ങളെ കൊണ്ടുപോകണം അല്ലാഹ്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, നീ ദേഷ്യം വെച്ചവരുടെ, ജൂതന്മാരുടെയോ ക്രിസ്ത്യാനികളുടെയോ അല്ലെങ്കിൽ പുത്തൻവാദികളുടെയോ ഔലിയാക്കളെ നിന്ദിക്കുന്നവരുടെയോ. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തെറ്റ് ചെയ്യുമെന്ന് റാഫിളത്ത് വാദിച്ചു. അതേ വാദം ഇപ്പൊ അതാ മുജാഹിദ് സലഫി എന്നും പറഞ്ഞിട്ട് അവരും വാദിക്കുകയല്ലേ. അതല്ലേ മുജാഹിദിന്റെ അൽമനാർ 2010 ജൂലൈയിലെ അൽമനാറിൽ നബിതങ്ങൾക്ക് പിഴവ് പറ്റി എന്നല്ലേ എഴുതി വെച്ചത്. മൂസാ നബി തെറ്റ് ചെയ്തു എന്നല്ലേ എഴുതി വെച്ചത്. നൂഹ് നബി കുറ്റം ചെയ്തു എന്നല്ലേ എഴുതി വെച്ചത്. ആദം നബി അള്ളാഹ് അനുസരണക്കേട് കാണിച്ചു എന്നല്ലേ എഴുതി വെച്ചത്. ഇതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുടെ ചോദ്യോത്തരങ്ങൾ എന്ന പുസ്തകത്തിന്റെ 28ാമത്തെ പേജിൽ മൗദൂദി പഠിപ്പിച്ചത് ഇന്നും IPH പ്രസിദ്ധീകരിക്കുന്നില്ലേ. അതിൽ പറഞ്ഞ് മൂസാ നബി മഹാകുറ്റം പ്രവർത്തിച്ചിരുന്നു, അദ്ദേഹം ഒരു മനുഷ്യനെ വധിക്കുകയുണ്ടായി എന്നല്ലേ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, കേട്ടാ തോന്നും മൂസാ നബി ഒരു വീരപ്പനാണ് എന്ന് തോന്നും. ഈ രൂപത്തിൽ അമ്പിയാക്കളെ കുറിച്ചുള്ള വിശ്വാസം ഇതൊന്നും സലഫിന്റെ വിശ്വാസമല്ല, സാലിഹീങ്ങളെ വിശ്വാസമല്ല. അതുകൊണ്ടാണ് പടച്ചവനോട് താണുകേണ് ദുആ, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ, പിഴച്ചവരുടെ വഴിയിലാക്കല്ലേ അല്ലാഹ്. കാരണം ഒരു സെക്കൻഡ് കൊണ്ട് മനുഷ്യന്റെ ഹിദായത്ത് പോയി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും ദുആ ചെയ്യണം. നേരത്തെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഒരുപാട് കിതാബ് എഴുതിയവർ ചിലപ്പോൾ പിഴച്ചു പോകുന്നു. സുന്നത്ത് ജമാഅത്ത് പഠിപ്പിച്ചവർ പിഴച്ചു പോകുന്നു. കാരണം ഏത് സമയത്തും പഠിച്ചവരോട് ഹിദായത്ത് നിലനിർത്തി തരാൻ വേണ്ടി ദുആ ചെയ്യണം. എന്റെ ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്‌ലിസ് നീ ദുആക്ക് ഉത്തരമുള്ള മജ്‌ലിസ് ആക്കണം റഹ്മാനേ. എല്ലപ്പോഴും ദുആർക്കേണ്ട ഏറ്റവും വലിയ ദുആ, അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത്, ഞങ്ങളെ സന്മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തണേ. അതേ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം
ആ വഴി ഏതാണ്? അതേ, നീ സന്മാർഗം കൊടുത്തവരോടൊപ്പം ഞങ്ങളെ ഹിദായത്തിൽ നിർത്തണേ എന്നല്ലേ ഖുനൂത്തിലെ ദുആ. അത് തന്നെയല്ലേ സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ച മഹാന്മാരുടെ വഴിയിൽ തന്നെ നടത്തണേ. ആ വഴിയാണ് സുന്നത്ത് ജമാഅത്തിന്റെ വഴി. അല്ലാഹുവേ, അത് പിന്തുടർന്ന് ജീവിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാഹ്. നിന്റെ ഖുർആനിൽ നീ ഞങ്ങളെ പഠിപ്പിച്ചു, വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാരി വല്ലദീന തബഉഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദു അൻ. സഹാബത്തിനെ പിന്തുടർന്നവരെ നീ പൊരുത്തപ്പെട്ടു എന്ന് പഠിപ്പിച്ചു. ആ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ സന്താന പരമ്പരകൾ ഖിയാമത്ത് നാൾ വരെയും, ഞങ്ങളുടെ ശിഷ്യ പരമ്പരകൾ ഖിയാമത്ത് നാൾ വരെയും, ഞങ്ങളുടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ അവരെ സന്താന പരമ്പരകൾ ഖിയാമത്ത് നാൾ വരെയും നീ ആ വഴിയിൽ ഉറപ്പിച്ച് നിർത്തണേ അല്ലാഹ്. മരിച്ചുപോയ നമ്മളെ നേതാക്കള്, പ്രവർത്തകര്, സഹായികള്, സഹകാരികള്, അങ്ങനെ നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ സംസാരിക്കുമ്പോൾ കുറേ മുൻഗാമികളായ മമ്പർതങ്ങൾ മുതൽക്ക് ഒരുപാട് മുൻഗാമികളെ പറ്റി പറഞ്ഞു. അല്ലാഹു അവരൊക്കെ ഖബറിൽ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അവരെല്ലാവരുടെ പേരിൽ തൃശ്ശൂർ ജില്ലയിൽ അലിഹാജി എന്ന് പറഞ്ഞൊരു ബിസിനസ്, ഖത്തറിൽ ബിസിനസ്സായി കഴിഞ്ഞ കൊല്ലം ഈ സമയത്ത് മരണപ്പെട്ടു. വലിയ സഹായം എല്ലാ സ്ഥാപനത്തിനും ചെയ്യുന്ന ആളായി. സിറാജുൽ ഹഖ് ഒരിക്കൽ അദ്ദേഹം 10 ലക്ഷം റുപ്യ എന്ന് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെയും സഹായം പലപ്പോഴും മുമ്പും ശേഷവും ചെയ്ത ആളാണ്. സുഖമില്ലാതെ അദ്ദേഹം മരിച്ചുപോയി. വലിയ പ്രായമൊന്നുമില്ല. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറിൽ സന്തോഷം കൊടുത്തു. അദ്ദേഹത്തിന്റെ ആണ്ടിന്റെ ദിനായിരുന്നു ഇന്നലെ. അപ്പം മകൻ വിളിച്ചിട്ട് സിറാജുൽ ഹുദയിലെ എല്ലാ കുട്ടികൾക്കും എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞു. ഇന്നലെയോ മിന്നാന്നോ അത് കൊടുത്തു. എനിക്കവിടെ ദുആയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല, ഞാൻ പുറത്തായി പോയി. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ അടക്കം എല്ലാവരും ഒരു ഫാത്തിഹ ഓതണം. നമുക്ക് ദ്വാരക്കണം. ഫാത്തിഹ ഓതുമ്പോൾ ഇപ്പം ഇടയ്ക്ക് വന്ന് സുകാര്യം പറഞ്ഞ് നിങ്ങളോടൊക്കെ സംഭാവന വാങ്ങിച്ചു കൊടുക്കണം എന്നാണ്. എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. നമുക്ക് സക്കാത്ത് വാങ്ങിയിട്ട് മൈക്കിന് വാടക കൊടുക്കാൻ പറ്റൂല, സക്കാത്ത് വാങ്ങിയിട്ട് പത്രം നടത്താൻ പറ്റൂല, സക്കാത്ത് വാങ്ങിയിട്ട് സ്ഥാപനം നടത്താൻ പറ്റൂല, സക്കാത്ത് വാങ്ങിയിട്ട് നമുക്ക് ലൈറ്റിന് പൈസ കൊടുക്കാൻ പറ്റൂല, സ്റ്റേജ് ഉണ്ടാക്കാൻ പറ്റൂല. അതൊക്കെ പറ്റൂന്ന് പറയുന്നൊരു കൂട്ടരുണ്ട്. അവർക്ക് ഇസ്ലാമിൽ വിശ്വാസം ഉണ്ടെങ്കിലല്ലേ, അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടെങ്കിലല്ലേ എന്തും ചെയ്യും അവര്. അതുകൊണ്ട് അവരെ നമ്മൾ വിശ്വസിക്കുന്നില്ല. നമ്മൾ പിരിവെടുക്കലാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിരിവെടുത്തിട്ടാണ് ദീൻ ഉണ്ടാക്കിയത്. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി എല്ലാവരും സഹായം കൊടുക്കണം. ഫാത്തിഹയും സൂറത്തും ഓതണം. അള്ളാഹു നമ്മുടെ മജ്ലിസ് ദുആത്തരമുള്ള മജ്ലിസ് ആക്കട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഈ മൈക്ക് ഇതൊന്നും കേട്ടെടുത്ത് മാറ്റി വെച്ചാൽ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الله. എവിടെ? ഫറൂഖ് സോണിന്റെ അതർസമ്മേളനം 8-ാം തീയതിയാണ്. ഷാഫി ഓർമ്മപ്പെടുത്തുകയാണ്. അരീക്കട സിറാജുൽ ഹുദയിലേക്കുള്ളത് ഇവിടെ ആരെടുത്തും കൊടുത്താലേ ഞാൻ വാങ്ങിച്ചോളാം.
അരീക്കാട് മെയ് 8 വ്യാഴാഴ്ച 5 മണി മുതൽക്ക് തുടങ്ങും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു നമ്മുടെ മജ്ലിസ് ദുആക്കുത്തരമുള്ള മജ്ലിസ് ആക്കട്ടെ. സുഹൃത്തുക്കളെ, നമ്മുടെ കൂടെ നിന്നിരുന്ന എത്രയോ ആളുകൾ മരിച്ചുപോയി. ഞാൻ ഒരാളെ പേര് പറഞ്ഞപ്പോൾ ഒരാളെ പേര് പറഞ്ഞില്ലെങ്കിൽ അവ ഇടങ്ങാറാവില്ല, അതുകൊണ്ട് പറയുന്നില്ല. അല്ലാഹു അവർക്കൊക്കെ സ്വർഗം കൊടുക്കട്ടെ. നമ്മുടെ ചെറുവണ്ണൂർ അബൂക്കർ ഹാജി നമ്മുടെ ഇത്തരം സ്റ്റേജിലൊക്കെ എപ്പോഴും സ്ഥിരം ഉണ്ടാകുന്ന ആളാണ്. ഇപ്പോൾ പ്രായമായി, ഇപ്പോൾ അങ്ങനെ വരാൻ പറ്റാതെയായി. എന്നാലും അൽഹംദുലില്ലാഹ് ഞാൻ ഒരാഴ്ച മുമ്പ് കയറിയൊക്കെ ഇപ്പോൾ അങ്ങനെ വീട്ടിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നൊക്കെ ഉണ്ട്, ജുമാക്കൊക്കെ പോകാറുണ്ട്. അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും കൊടുക്കട്ടെ. അതുപോലെ നമ്മൾ പ്രായമുള്ള ആളുകൾക്കും നമുക്കെല്ലാവർക്കും അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും ഹിമ്മത്തും തഖ്വയും വർദ്ധിപ്പിച്ചു തരട്ടെ. നമ്മളിൽ മരിച്ചുപോയ എല്ലാവരുടെ ഖബറിലും അല്ലാഹു സന്തോഷം കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഉസ്താദ് തർക്കോ തങ്ങളോ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. إذا إسراج അർഹമു റഹീമീനായ റബ്ബേ, ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ ഞങ്ങൾ മരിച്ചുപോയവരുടെ ഖബറിൽ നീ എത്തിക്കണം റഹ്മാനെ. ഇവിടെ സംഭാവനകൾ കൊടുത്തവർ, ഈ പരിപാടിക്ക് സഹായിച്ചവർ, സംഘടിപ്പിച്ചവർ, ഇവിടെ സഹായം നൽകിയവർ, സിറാജുൽ ഹുദയിലേക്ക് പലരും സ്വർണവും അതുപോലെ സംഖ്യയും ഒക്കെ സംഭാവനയും നേർച്ചയും തന്നവരുണ്ട്. അല്ലാഹു ഞങ്ങളെല്ലാവരുടെയും എല്ലാ അമലുകളും നീ സ്വീകരിക്കണം റഹ്മാനെ. കുവൈത്തിൽ നിന്ന് പ്രിയപ്പെട്ട ഹാഷിം, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. അത് നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞു ദ്വാരക്കാൻ പറഞ്ഞു. നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞു ദ്വാരക്കാൻ പറഞ്ഞു. അല്ലാഹുവേ, അദ്ദേഹത്തിന് നീ ഖൈറായ മക്കളെ കൊടുക്കണം റഹ്മാനെ. അതുപോലെ മക്കളില്ലാത്ത എല്ലാവർക്കും നീ ഖൈറായ മക്കളെ കൊടുക്കണം റഹ്മാനെ. അല്ലാഹു, വിവാഹപ്രായമെത്തിയ ആൺകുട്ടികളും പെൺകുട്ടികളും പല വീടുകളിലുമുണ്ട്. അവർക്ക് ഖൈറായ ഇണകളെ നൽകണം റഹ്മാനെ. കടങ്ങളുള്ളവരുടെ കടങ്ങൾ വീട്ടിത്തരണം റഹ്മാനെ. അല്ലാഹുവേ, പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾക്കെല്ലാം നാഫിആയ ഇൽമിനെ ഏറ്റിത്തരണം റഹ്മാനെ. ഞങ്ങൾക്കും നാഫിആയ ഇൽമിനെ ഏറ്റിത്തരണം റഹ്മാനെ. പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും നീ നാഫിആയ ഇൽമിനെ ഏറ്റിത്തരണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇൽമ്, ഞങ്ങൾ അറിവ് വളരെ കുറഞ്ഞവരാണ്. ഞങ്ങൾക്ക് നീ തന്ന ചെറിയ അറിവ് ഞങ്ങൾക്ക് സ്വർഗത്ത് കിടക്കാനുള്ള വഴിയാക്കി തരണം റഹ്മാൻ. ഞങ്ങൾക്ക് ഇൽമനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഭാഗ്യം തരണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെല്ലാവരെയും നീ സാലിഹീങ്ങളിൽ പെടുത്തണം റഹ്മാൻ. ഞങ്ങൾ മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകളെ ഖബറിലും ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ നീ എത്തിക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാൻ. ഞങ്ങളെ പോറ്റി വളർത്തിയ ഉമ്മ ബാപ്പമാ, ദർസിൽ പതിനയച്ച ബാപ്പ, ആ ബാപ്പയോടുള്ള കടപ്പാട് തീരൂലല്ലോ. നീ ഖബറിൽ സന്തോഷം നൽകണം റഹ്മാൻ. ഞങ്ങളെ ദർസിലേക്ക് പറഞ്ഞേക്കാൻ പിന്തുണച്ച ഉമ്മ, അവരുടെ ഖബറിൽ നീ സന്തോഷം നൽകണം റഹ്മാൻ. ഞങ്ങളുടെ ഉമ്മ ബാപ്പമാരുടെ ജീവിതത്തിലോ ഞങ്ങളുടെ ജീവിതത്തിലോ ഞങ്ങളെ സഹായിച്ച ഏത് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളുടെ ജീവിതത്തിലോ നീ പൊരുത്തപ്പെടാത്ത എന്ത് സംഭവിച്ചെങ്കിലും മാപ്പാക്കി കൊടുക്കണം റഹ്മാനെ. പ്രിയപ്പെട്ട അലി ഹാജി തൃശ്ശൂർ, അല്ലാഹുവേ, അദ്ദേഹത്തിൻ്റെ ഭാര്യ മക്കൾക്ക് നീ ഖൈറും ബർക്കത്തും വർദ്ധിപ്പിച്ചു കൊടുക്കണം റഹ്മാനെ. അവർക്ക് ബാപ്പയുടെ അതേ രീതിയിൽ തന്നെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. ചെയ്യുന്ന ബിസിനസ്സുകളിൽ വിദേശത്തുള്ള എല്ലാവർക്കും, അദ്ദേഹത്തിൻ്റെ മക്കൾക്കും എല്ലാവർക്കും നാട്ടിലുള്ളവർക്കും ചെയ്യുന്ന ബിസിനസ്സുകളിൽ നീ ഖൈറും ബർക്കത്തും നൽകണം റഹ്മാൻ. ജോലിയെടുക്കുന്നവരുടെ ജോലികളിൽ ബർക്കത്തും ഖൈറും വർദ്ധിപ്പിക്കണം റഹ്മാൻ. ജോലിയിൽ പല പ്രശ്നങ്ങളുമുള്ളവരുണ്ട്, നീ പരിഹരിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ബഹ്റൈനിൽ നിന്ന് 2 ദിവസം മുമ്പ് വിസ കിട്ടുന്നില്ലെന്ന് സങ്കടം പറഞ്ഞു. അൽഹംദുലില്ലാഹ്, ഇന്ന് വിസ കിട്ടിയെന്ന് പറഞ്ഞു റഫീഖ്. അതേ സമയത്ത് ഞങ്ങളുടെ പ്രധാന പ്രവർത്തകനായ മുസ്തഫ ഹാജിക്ക് വിസ കിട്ടിയില്ല എന്ന് പറഞ്ഞ സങ്കടമുണ്ട്. നമ്മളെല്ലാവരും നാരിയത്ത് സ്വലാത്ത് ചൊല്ലുന്നു. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك അർഹമുർ റഹീമീനായ റബ്ബേ, അദ്ദേഹത്തിൻ്റെ വിസ പെട്ടെന്ന് തന്നെ നീ പാസ്സാക്കി കൊടുക്കണം റഹ്മാൻ.
അതുപോലെ വിസയില്ലാത്തവർ, പാസ്പോർട്ട് ഇല്ലാത്തവർ, ഇഖാമയില്ലാത്തവർ, ഏത് വിഷയത്തിൽ എന്തില്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ടോ, ഏത് ലൈസൻസുകൾ പെർമിറ്റുകൾ കിട്ടേണ്ടതുണ്ടോ, ഞങ്ങളെ സ്ഥാപനങ്ങൾക്ക് ഏത് കടലാസുകൾ ശരിയാകേണ്ടതുണ്ടോ, യജമാനനായ നീ എളുപ്പമാക്കി തരണം റഹ്മാനെ, നീ എളുപ്പമാക്കി തരണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ ഏത് വീടുകളിൽ വിവാഹപ്രായമെത്തിയ പെൺകുട്ടികളോ ആൺകുട്ടികളോ ഉണ്ടോ, ഖൈറായ ഇണകളെ എളുപ്പമാക്കി തരണം റഹ്മാനെ. അല്ലാഹുവേ, കടങ്ങളുള്ളവരുടെ കടങ്ങൾ വീട്ടി തരണം റഹ്മാനെ. അർഹമുർ റഹീമിനായ റബ്ബേ, ഞങ്ങളുടെ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടുപോകാനൊന്നും ഞങ്ങൾക്കൊരു കഴിവും ഇല്ല. നീ കഴിവുള്ള രാജാവാണ്. നിന്നെ കണ്ടിട്ടാണ് ഇവിടെ ബഹുമാനപ്പെട്ട ഉസ്താദുകൾ സ്ഥാപനം തുടങ്ങിയത്. നിന്നെ കണ്ടിട്ടാണ് സിറാജുൽ ഹുദ തുടങ്ങിയത്. നിന്നെ കണ്ടിട്ടാണ് മഅദീനും മർക്കസും ഒക്കെ തുടങ്ങിയത്. ഞങ്ങൾക്കാർക്കും നീ തരുന്നതല്ലാതെ ഒരു കഴിവുമില്ലല്ലോ അല്ലാ. റബ്ബേ, ഞങ്ങളുടെ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ ആവശ്യമായ വഴികൾ നീ തുറന്നു തരണേ അല്ലാ. നമ്മുടെ പ്രിയപ്പെട്ട തുറാബ് തങ്ങൾ ഖാദിസിയ ആരംഭിച്ചത് നിന്നെ കണ്ടു തുടങ്ങിയതാണ്. നിന്റെ സഹായം നൽകണേ അല്ലാ. ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്, ദീനിന് നീ ഇസ്സത്തുണ്ടാക്കി തരണം അല്ലാ. അല്ലാഹുവേ, നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ബിൽഡിംഗ് മരിച്ചുപോയ വ്യക്തികളുണ്ട്, അതിന് സഹായിക്കുന്നവർ, അവരുടെ മക്കൾക്ക് അത് പൂർത്തീകരിക്കാൻ നീ തൗഫീഖ് കൊടുക്കണേ അല്ലാ. അവരിൽ നിന്ന് മറ്റു ചിലരിൽ നിന്ന് ലഭിക്കുമെന്ന് മനസ്സിലാക്കി നിന്റെ മേൽ തവക്കുലാക്കി ഞങ്ങൾ തുടങ്ങിയ വലിയ ബിൽഡിങ്ങിന്റെ വർക്കുകളുണ്ട്, അത് നീ ഞങ്ങൾക്ക് അതിന് വഴി തുറന്നു തരണേ അല്ലാ. അങ്ങനെ ഞങ്ങളെ എല്ലാ സ്ഥാപനങ്ങളും നീ ഏറ്റെടുത്ത് നടത്തി തരണേ അല്ലാ. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളുടെ ഖൽബിൽ ഏത് ഖൈറായ ഉദ്ദേശങ്ങളുണ്ടോ നീ നിറവേറ്റി തരണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് എളുപ്പമാക്കണേ അല്ലാ. അല്ലാഹുവേ, ഏത് ബിസിനസ്സുകൾ നടത്തുന്ന മോമിനീങ്ങളുണ്ടോ എല്ലാവർക്കും അവരുടെ ബിസിനസ്സിൽ ഖൈർ ചെയ്യണേ അല്ലാ. നഷ്ടങ്ങൾ പരിഹരിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ, ആഫിയത്തോടെ, തഖ്വയോടെ ജീവിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്ത അമലുകളിൽ 100 ന്യൂനതകളുണ്ട്. നിസ്കരിക്കാൻ എന്നപ്പോൾ നിസ്കാരത്തിൽ ദുനിയാവിന്റെ ചിന്തയൊന്നുമില്ലാതെ നിസ്കരിക്കാൻ സാധുക്കളായ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. നീ ഞങ്ങൾക്ക് മാപ്പാക്കി തരണം അല്ലാ. ഏത് ദൗർബല്യങ്ങൾ ഞങ്ങൾക്കുണ്ടോ അത് പരിഹരിച്ച് ഞങ്ങളെ നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെ തെറ്റുകളിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകാതെ എല്ലാ തെറ്റുകളിലും ഞങ്ങളെ നീ മാറ്റിക്കളയണേ അല്ലാ. നിന്റെ പൊരുത്തത്തിൽ ജീവിക്കാൻ തൗഫീഖ് തരണേ അല്ലാ. പടച്ച റബ്ബേ, ഞങ്ങളെ ഈ സ്റ്റേജിലേക്ക് പ്രിയപ്പെട്ട നാസിർ ഹാജി കയറി വന്നു. സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെയും മുതഅല്ലിമീങ്ങളെയും സയ്യിദന്മാരെയും സ്ഥാപനങ്ങളെയും സംഘടനകളെയും ഒക്കെ അല്ലാഹുവേ നീ കൊടുക്കുന്നതിൽ നിന്ന് സഹായിക്കുന്ന അദ്ദേഹത്തിനും അദ്ദേഹത്തെ പോലുള്ള ഏതൊക്കെ ആളുകളുണ്ട് എല്ലാവർക്കും നീ ഖൈറിന്റെ വാതിലുകൾ തുറക്കണേ അല്ലാ. ഷർറിന്റെ വാതിലുകൾ അടക്കണേ അല്ലാ. പഠിച്ചവനെ, ഞങ്ങളെയൊക്കെ നീ പൊരുത്തപ്പെട്ട അടിമകളിൽ പെടുത്തണേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ഒരു അമലും, ഒരു പ്രസംഗവും, ഒരു ക്ലാസും നീ കബൂൽ ചെയ്തു എന്നതിന് ഒരു ഉറപ്പ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. നീ ഞങ്ങൾക്ക് മാപ്പാക്കി തരണമല്ലാ. ഞങ്ങളെ അമലൊക്കെ നീ കബൂൽ ചെയ്യണേ അല്ലാ. നീ കബൂൽ ചെയ്യണേ അല്ലാ. ഞങ്ങളെ ഖൽബിൽ നീ പൊരുത്തപ്പെടാത്ത എന്തെങ്കിലും ചിന്തകൾ, കിബ്റോ ഉജ്ബോ റിയാവോ ഹസദോ എന്തെങ്കിലും ചിന്തകൾ വന്നെങ്കിൽ നീ ഞങ്ങൾക്ക് മാപ്പാക്കി തരണേ അല്ലാ. ഞങ്ങളെ അമലുകൾ കബൂൽ ചെയ്യണേ അല്ലാ. ഞങ്ങളെയോ ഞങ്ങളെ പ്രസ്ഥാനത്തെയോ സംഘടനകളെയോ സ്ഥാപനങ്ങളെയോ തെറ്റിദ്ധരിച്ചവരുണ്ടെങ്കിൽ അവരെ തെറ്റിദ്ധാരണ നീ തിരുത്തി കൊടുത്ത് അവരെയും ഞങ്ങളെയും നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളോ ഖൽബിൽ ആരോടും വൈരാഗ്യമോ വിദ്വേഷമോ നൽകാതെ തെളിഞ്ഞ മനസ്സുള്ളവരാക്കി തരണേ അല്ലാ. അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ മഹത്തായ കലിമ ചൊല്ലി ആഖിബത്ത് നന്നാക്കി ഭരിപ്പിക്കണേ അല്ലാ. ആഖിബത്ത് നന്നാക്കി ഭരിപ്പിക്കണേ അല്ലാ. ഹുസ്നുൽ ഖാത്തിമത്ത് തരണേ അല്ലാ.
ഞങ്ങളെ വിട്ടു പിരിച്ചു പോയവരെയും ഞങ്ങളെയും ഞങ്ങളെ സ്നേഹിച്ച എല്ലാ മുഅ്മിനും മുഅ്മിനത്തിനെയും നിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊടിക്കീഴിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുവേ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകളും സദഖകളും തന്നവരും തരുന്നവരും ഉണ്ട്. ഇപ്പോൾ വരുന്ന സമയത്ത് മംഗലാപുരത്തുനിന്നും തന്നവരുണ്ട്. ഇവിടെ വന്നപ്പോൾ സ്വർണ്ണമടക്കം നേർച്ചകളും സംഭാവനകളും തന്നവരുണ്ട്. അവരുടെ ഖൽബിൽ എന്താണോ ഉദ്ദേശിച്ചത് നീ കൊടുക്കണേ അല്ലാഹ്. അവരെ ഇനങ്ങളെയും നീ പൊരുത്തപ്പെട്ട അടിമകളിൽ പെടുത്തണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.